ഈ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനി ഐക്കാട്ട് നമ്മെ ദൈവത്തിന്റെ വചനത്തിൽ ശുശ്രൂഷിക്കുന്നതാണ്. Tonight, the man of God, Pastor Suni Aikat, is going to share the word of God. മലയാളക്കരയിലും ദൈവം അയക്കുന്ന നാടുകളിലെല്ലാം വളരെ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവഭൃത്യനാണ്. God is using in a mighty way in the land of Kerala and across other parts of the globe. അദ്ദേഹത്തിന്റെ റാന്നിയിൽ അടുത്തുള്ള അദ്ദേഹത്തിന്റെ വീടിനോട് അടുത്ത് ചേർന്ന് തന്നെ അദ്ദേഹം ഒരു വലിയ ടെന്റ് ഉണ്ടാക്കി അതിനകത്ത് കർത്താവിന്റെ വേലക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He has made a tent near his same land, and then he is training a lot of youngsters from that place, and maybe he has sent some more than 10-15 batches as of now. അങ്ങനെ ശക്തമായി ദൈവം ഈ തലമുറയിൽ ഉപയോഗിക്കുന്ന വചനത്താലും ആത്മാവിന്റെ ശക്തിയാലും ഉപയോഗിക്കുന്ന ദൈവഭൃത്യൻ. He's been used by God in the might of word and also in his power. പാസ്റ്റർ സുനി അദ്ദേഹത്തിന്റെ വൈഫ് ഇന്ന് രാത്രിയിൽ സ്തോത്രം നമ്മുടെ നടുവിലുണ്ട്. അവർ ഇരുവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. His wife is also with us, so we welcome both of them. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ തിരുവചനത്തെ നമ്മെ Put your hands to welcome Pastor. Praise the Lord. Praise the Lord. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. Can you lift up your hands and give glory to God? Yeah. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. I'm thanking God for each one of you. കർത്താവിൻ്റെ ദാസൻ പ്രിയ എലിയാസ് പാസ്റ്റർ, അതുപോലെ കർത്തൃദാസൻ മോനി പാസ്റ്റർ, ജയലാൽ പാസ്റ്റർ, മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. I'd like to thank Pastor Elias, Pastor Moni, Pastor Jailal, and all other pastors. I'd like to extend my greetings to all of you. എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ ഷിനു പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I'd like to thank Pastor who is translating me. 2008 അജ്മാനിലെ ഒരു വില്ലയിൽ ഞാനൊരു മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തപ്പോൾ ആ മീറ്റിംഗിലാണ് കർത്താവിൻ്റെ ദാസൻ സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതും അല്ലേ? Praise the Lord. In 2008, there was a meeting held in Ajman, and I met the man of God that point of time, and that point of time, the anointing of God was over there. പല സന്ദർഭങ്ങളിലായി UAE കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. Many a times God has helped me to come to UAE. മുഖവരകൾ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. I'm not going to say more. I just want to go the word of God. രണ്ട് കാര്യങ്ങൾ ഇന്ന് രാത്രി നടക്കണം. Two things should happen tonight. ഒന്ന്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേത്ത് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചവരായിട്ട് തീരും. One, when the Holy Spirit of God comes upon to you, you will receive the power of God. രണ്ട്, കർത്താവിന്റെ ദാസൻ പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. And second, the man of God told that who wait on the Lord will renew their spirit. ഇന്ന് രാത്രി ചിലർ പുതുതായി ശക്തി പ്രാപിക്കും, ചിലർ ശക്തി റിന്യൂ ചെയ്യും. Some of you are going to receive new anointing, and some of you are going to renew your anointing. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ പട്ടണത്തിൽ അനേക കർത്തൃദാസന്മാരുള്ളപ്പോൾ കർത്താവ് എന്നെ ഇങ്ങോട്ട് അയച്ചു. I was just thinking that there are so many men and women of God in this nation, and God has sent me out to UAE. കൊറോണയൊക്കെ വന്നിട്ട് ഡോക്ടർ പറഞ്ഞത് 3 മാസത്തേക്ക് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് വിസ അടിച്ചത് അവര്. I mean, I got corona, and doctor told that for 3 months you should not preach, and that point of time God allowed me to get a visa from Sharjah. ഇന്ത്യയിൽ ബാംഗ്ലൂരിലും മൂന്നാറിലും ഒക്കെ പല മീറ്റിങ്ങുകൾക്ക് ഞങ്ങൾ ഡേറ്റുകൾ കൊടുത്തിരിക്കുമ്പോഴാണ് ഇവിടുന്ന് വിളിക്കുന്നത്. And I've given many dates in India, and that point of time they called me from Dubai. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു, കാരണം ഈ പാൻഡമിക്കിൽ യാത്ര ചെയ്യുന്ന അത്ര സുരക്ഷിതമല്ല. I tried to avoid them because it's not good for me to travel during the time of pandemic. അപ്പൊ കർത്താവ് എന്നെ ഒരു വെളിപ്പാട് കാണിച്ചു, ഫ്ലൈറ്റിൽ കയറി വരുന്നതായിട്ട് കാണിച്ചു. And God showed me a vision that I am traveling in the flight. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവ് UAE ഇഷ്ടം പോലെ പാസ്റ്റർമാരുണ്ടല്ലോ, എനിക്ക് പോകാനൊട്ട് കൊതിയുമില്ല, ഒരുപാട് പ്രാവശ്യം പോയിട്ടുമുണ്ട്. And I told that, Lord, there are so many pastors in UAE, and I'm not so much interested to come to UAE, and I've come many times in UAE. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 8:14 ശ്രദ്ധിക്കാൻ പറഞ്ഞു. And God told me to get into the word of Acts chapter 8 verse 14. ശമരിയ പട്ടണത്തിൽ ശക്തനായ ഒരു ഫിലിപ്പോസ് ഉണ്ട്. I mean, in the town of Samaria there's a powerful man of God called Philip. അപ്പോൾ തന്നെ പത്രോസിനെയും യോഹന്നാനെയും കർത്താവ് അങ്ങോട്ട് അയക്കുകയാണ്. And that point of time God is sending Peter and John to that place. ദൈവവചനം പറയുന്നു ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. I mean, Bible says there is difference in the anointing and preaching of the word of God. പൗലോസ് പറയാണ്, ദൈവത്തിന്റെ ഒരു ഗൃഹനിർമ്മാണത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. Paul says that we are in constructing of the godly home. യേശുക്രിസ്തു നമ്മളെ ദൈവത്തിന്റെ ഭവനക്കാരാക്കിയെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. The Bible says that God has made us the home for Jesus Christ. ആ ഭവനം ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്.
And that home God is building up there. ഒരു ഭവനം പണിയുമ്പോൾ, ഒരു വീട് പണിയുമ്പോൾ വ്യത്യസ്തരായ ജോലിക്കാർ അവിടെ വരും. When a house is constructed, there are different type of people who come to construct the house. അവരെല്ലാവരും കൂടെ പണിയുമ്പോഴാണ് ആ ഗൃഹനിർമ്മാണം പൂർണ്ണമാകുന്നത്. When all of them come together and build the house, that point of time only the house will be completed. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് എഴുതിയിരിക്കുന്നത്. Bible says, I will build my church. ഫിലിപ്പോസ് മുഖാന്തരം അനേക പ്രിയപ്പെട്ടവർ സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗങ്ങളായി. And because of Philip, many people came to Lord and they became the part of the church. അങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസിനെയും യോഹന്നാനെയും കൂടെ കർത്താവ് അങ്ങോട്ട് അയക്കുകയാണ്. And at that point of time, God sent John and Peter to that place. അവർ ചെന്നിട്ട് എന്താ ചെയ്തതെന്ന് അപ്പോസ്തലർ പ്രവൃത്തി 8:14 വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. And it's written very clear in book of Acts chapter 8 verse 14 what they did. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായിട്ട് പ്രാർത്ഥിച്ചു. Both of them went there in Samaria and they prayed for them to receive the Holy Spirit of God. എന്തിനാ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കേണ്ടതിന് അവർക്കായിട്ട് പ്രാർത്ഥിച്ചത്? Why they prayed that they should receive the Holy Spirit of God? അപ്പോസ്തലർ പ്രവൃത്തി 1:8 യേശു തന്നെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. And book of Acts chapter 1 verse 8 said, when you receive the power of God, you will receive the Holy Spirit of God, you will receive the power of God at that point of time. ഈ ശക്തി എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ആർടിയുടെ ബസ് തന്നെ ഇവിടുന്ന് തള്ളി അജമാനി കൊണ്ടുവന്ന കാര്യമല്ല പറയുന്നത്. When you say that the power of God is not that you push the bus from Dubai to Ajman. പഴയ നിയമത്തില് അവർക്ക് ശക്തി ലഭിച്ചത് കൈക്കാ. പലപ്പോഴും പലർക്കും ലഭിച്ചിട്ടുള്ളത് കൂടുതലും ശക്തി കൈക്കായിരുന്നു. In the Old Testament, many of them have received the power in their hands. കാരണം ഞങ്ങളുടെ നാടൻ രീതി പറഞ്ഞാൽ പഴയ നിയമം പഠിപ്പിക്കുന്നത് നിന്റെ പല്ല് ആരെങ്കിലും പറിച്ചാൽ അവന്റെ വീട്ടിൽ പോയി 2 പുല്ല് പറിച്ചുകൊണ്ട് വരാനല്ല, അവന്റെ പല്ല് തന്നെ പറിച്ചുകൊണ്ട് വരാനാ ദൈവം പറഞ്ഞു. In the Old Testament, the Bible says that, like according to me, in my local language, I say, if somebody hits you, you go back to their house and don't pluck out the grass from there, but pluck out his teeth and come back. ശിംശോൻ സിംഹത്തെ തൊഴിച്ചു കൊന്നല്ല, കീറിക്കളഞ്ഞെന്ന്. Samson has not killed the lion by kicking, but he departed into 2 pieces. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞത് വാളെടുത്ത് പുറപ്പെടുക, നിന്റെ വാളിനെ അവരെ ഞാൻ ഇരയാക്കും. In the Old Testament, Bible says that, like, they told the people to take the sword and move forward, and I will make them the hay for you. നമ്മളൊക്കെ ഇപ്പൊ പഴയ നിയമത്തിലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ പോയ ഒറ്റ വെട്ടിന് ഒരുത്തിനെ കൊല്ലാൻ പറ്റും. ഇവിടെ നാട്ടിൽ ഒരു കൊതുകിനെ 3 പ്രാവശ്യം അടിച്ചിട്ടും ചിലത് ചാകുന്നില്ല. If in the Old Testament, if you go and hit somebody, will die. But in India, even if we go and try to kill a mosquito, even 3-4 times, it's not getting died. ദാവീദൊക്കെ കൂടെ നിൽക്കുന്നവരോട് പറയുന്നത് എന്നാന്നറിയോ? വെട്ടിക്കളയവനെ. I mean, David says that, like, you kill them in what says he. അന്നൊക്കെ ചെന്നിട്ട് ഇങ്ങനല്ല വെട്ടുന്നേ. I mean, that point of time, they're not doing just like this. ഒറ്റ വെട്ടിന് 2 പീസ് ആകണം. And that point of time, in one sword, they should be divided to 2 pieces. അങ്ങനെ ഒറ്റ വെട്ടിന് ശത്രു 2 പീസ് ആകണമെങ്കിൽ അവന് പവർ വേണമായിരുന്നു. At that point of time, if the person has to be made into 2 pieces, then he needs the power of God. അതുകൊണ്ട് പഴയ നിയമത്തിൽ ശിംശോൻ പട്ടണത്തിന്റെ വാതിൽ തൊഴിച്ചിളക്കിയെന്നല്ല, പിഴുതെടുത്തെന്നാണ്. I mean, the Old Testament, Samson has not kicked the door, but he has pulled out the doorsteps. പഴയ നിയമത്തിൽ ഈ ശിംശോനെ പിടിച്ച് അവരൊരു ക്ഷേത്രത്തിനകത്ത് പൂട്ടിയിട്ടു. In the Old Testament, they've taken Samson and they've bound them in a temple. എന്നാൽ ശിംശോൻ ആ ക്ഷേത്രത്തിന്റെ പില്ലർ കൈകൊണ്ട് ഒടിച്ചു കളഞ്ഞു. And Samson has pulled out the pillar of the temple. ആ പില്ലർ ഒടിച്ചു കളഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, ഫൗണ്ടേഷൻ പിന്നെ അവിടെ കിടക്കുക. Even if they pull out the pillar, please understand the foundation is still there. ആ ഫൗണ്ടേഷനിൽ വീണ്ടും നമുക്ക് പണിയാനായിട്ട് കഴിയും. In that foundation, we can build it again. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. You should understand one thing. പൗലോസിനെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അദ്ദേഹം കൈകൊണ്ട് ആ ജയിലിന്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചില്ല, പക്ഷെ വാ കൊണ്ട് അതിന്റെ അടിത്തറ ഇളക്കി കളഞ്ഞു. You should understand one thing, that Paul and Silas had put in the jail. He didn't try to pull out the pillar of the jail, but from his mouth he started worshiping Lord and he shook the complete building. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭമായിട്ട് ഒരു കാര്യം പറയാം. പുതിയ നിയമത്തിൽ കൈക്ക്
വായ്ക്ക് ഉള്ളതിനേക്കാൾ പവർ വായ്ക്കാണ് വരാൻ പോകുന്നത്. I want to tell you this evening that more than the power of the hand, in the New Testament you are going to get the power in your tongue. പഴയ നിയമത്തിൽ വാളെടുത്ത് പുറപ്പെട്ടു പോയി വേണം യുദ്ധം ചെയ്യാൻ. പുതിയ നിയമം ഇവിടെ നിന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ശത്രുവിന്റെ അടിത്തറകൾ ഇളകാനിടയായിത്തീരും. In the Old Testament you need to move to the enemy with the sword, but here in the New Testament you just need to stand here and by your mouth when you command it will be broken in the name of Jesus. ഇന്ന് രാത്രി ഈ കാണുന്ന രാജ്യങ്ങളിൽ എങ്ങും നിങ്ങൾ പോകണ്ട. ഇവിടെ ഇരുന്നു കൊണ്ടൊരു വാക്ക് കൽപ്പിച്ചാൽ ഈ രാജ്യങ്ങളെ വാഴുന്ന പൈശാചിക ശക്തികൾക്ക് ഇളക്കം സംഭവിക്കാനിടയായിത്തീരും. Let me tell you, no need to go to these countries, but you stand here and you pray for the nation. And I tell you today, in the name of Jesus, all the stronghold of this country will be broken by the power of God. യേശു പറയാണ്, നിങ്ങൾ സംശയിക്കാതെ ഒരു വാക്ക് പറഞ്ഞാൽ കാട്ടത്തികളുടെ കമ്പൊടിയുമെന്നല്ല, അത് നടുകെ മുറിഞ്ഞു പോകുന്നല്ല, അത് വേരോടെ പിഴുതു പോകാനിടയായിത്തീരും. If you say one word, Bible says that the entire ground will be broken and the tree will be uplifted. It's not said that the branch will be broken or be cut down, but will be removed completely in the name of Jesus. വേരോടെ പോയെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. If it is uprooted by the roots only, then we need to get something. ചിലതിന്റെ വേര് അവിടെ ഇരുന്നാൽ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോ പിന്നെയും പൊട്ടിക്കിളിക്കും. If the roots are there at that point of time, when they get the water, it will come again. എന്നാ വേരോടെ പിഴുതാൽ അത് പിന്നെ അവിടെ ഇല്ല. When you remove the tree completely out of the root, it will not be there again. ശിംശോൻ കെട്ടിടത്തിന്റെ പില്ലർ കൈകൊണ്ട് പറിക്കുമ്പോൾ പൗലോസ് വാഗൊണ്ട് ആ ജയിലിന്റെ അടിസ്ഥാനങ്ങളെ ഇളക്കിക്കളയുകയാണ്. And Samson by his hand might power he removed the pillar, but Paul and Silas when he prayed by the power of his tongue and the worship he shook the complete foundation of the building in the name of Jesus. രാത്രി ദൈവാത്മാവോട് പറയുന്നു, നിന്റെ അധരത്തില് ഒരു അധികാരത്തെ ഈ രാത്രി കർത്താവ് കൈമാറാൻ പോകുകയാണ്. Holy Spirit of God is telling this evening that God is going to send forth the power in your tongue tonight in the name of Jesus. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ തന്റെ ജനത്തിന്റെ ലാംഗ്വേജ് കർത്താവ് മാറ്റിയത്. And that's why in the New Testament God changed the language of the people. ഇന്ന് രാത്രി ചിലരുടെ ഭാഷ മാറാൻ പോകുകയാണ്. And tonight let me tell you, somebody's tongues are going to change. പുതിയ ഭാഷകൾ നിങ്ങളുടെ നാവി വരാൻ പോകുകയാണ്. You're going to get new language in the name of Jesus. അത് അധികാരത്തിന്റെ ഭാഷയാണ്. There's language of power and authority. അത് കൽപ്പിക്കുന്ന ഭാഷയാണ്. It is commanding word. അത് യാചകരുടെ ഭാഷയല്ല. It's not the common thing out here. അത് രാജാവിന്റെ ഭാഷയാണ്. This is the word of the king. കാറ്റ് ഒന്ന് ശാന്തമാകാമോ എന്നല്ല, കാറ്റ് അടങ്ങെന്ന് പറയുന്ന. It's not that the tide be calm, but he says come down in the name of Jesus. അതിങ്ങനെ വാവൂട്ടിയിരിക്കുന്നവർക്കുള്ളതല്ല കേട്ടോ. I mean, this is not for somebody who just keep their mouth shut. ഇന്ന് രാത്രി നിങ്ങളുടെ വാ തുറക്കാൻ തയ്യാറാകണം. Tonight you open your mouth for the glory of God. നിങ്ങളുടെ വായെ വിസ്താരത്തിൽ തുറക്ക്, ഞാൻ അതിനെ നിറയ്ക്കുമെന്ന്. Open your mouth wider, I will fill your mouth. യിരെമ്യാവിനോട് ദൈവം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. Listen what God has told to Jeremiah. ഇടിക്കാനും പൊളിക്കാനും പണിയാനും നിനക്ക് ജാക്ക് ഹാമർ തരാമെന്നല്ല, നിനക്ക് JCB തരാമെന്നല്ല, നിനക്ക് നിന്റെ വായിൽ ഞാൻ വചനങ്ങളെ തരാൻ പോകുകയാണ്. I mean, God told Jeremiah that to build a stronghold, remove the things. I'm not going to give you JCB, but I'm going to give the word into your mouth in the name of Jesus. നിന്റെ വായിൽ എന്റെ വചനങ്ങളെ തന്നു കഴിയുമ്പോൾ നിനക്ക് ഇടിക്കേണ്ടതിനെ ഇടിക്കാം, പൊളിക്കേണ്ടതിനെ പൊളിക്കാം, അപ്പോൾ തന്നെ പണിയേണ്ടതിനെ പണിയാം. When I will give you the power in your mouth at that point of time, whatever you want to break you can break, whatever you want to build you can build in the name of Jesus. ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന ചില കോട്ടകളെ ഇടിച്ചു കളയാൻ നിന്റെ അധരത്തിനകത്ത് കർത്താവ് ശക്തി തരാൻ പോകുകയാണ്. And tonight God is going to give some authority to remove the mountain in front of you in the mighty name of Jesus. പുതിയ നിയമത്തിൽ അധികാരം വായിലാണ്. In the New Testament your authority is in your mouth. ഞാൻ തെളിയിക്കാം. I will prove it. ഞാനിത് മനസ്സിലാക്കിയിട്ട് 20 വർഷമായി. I got to know for last 20 years. അതിനുശേഷം ഞാൻ ഒരു പണിക്കും പോയിട്ടില്ല. I didn't go for any other work after that. ഞാൻ സ്വാമിയായിട്ട് ഒരിടത്തിരിക്കുകയല്ല കേട്ടോ. ഞാനൊരു പ്രീസ്റ്റായിട്ട് ഒരിടത്തിരിക്കുകയല്ല. I'm not sitting as a priest. 3 കുഞ്ഞുങ്ങളും ഒരു ഭാര്യ, 43 വയസ്സുള്ളവനാ. I have got 3 children, 1 wife, and I'm 43 years old. പക്ഷെ പണിക്ക് പോവുകയല്ല. But I will not go for any work. എന്റെ വായിലാണ് അധികാരം. In my mouth there is power. പറയുന്ന പോലെ സംഭവിക്കും. It'll happen the way I speak.
നിങ്ങൾ അതിശയോക്തി പറയാന്ന് ചിന്തിക്കും, പക്ഷെ എന്നെ കുറിച്ച് അറിയാൻ വയ്യാത്തോണ്ടാ. You will say that like I'm saying something more, but it's not that you don't know about me. യേശു ഇവിടെ വന്നപ്പോ ശിഷ്യന്മാരോട് പറഞ്ഞ എന്നാന്നറിയോ? When Jesus Christ came to this world, what he said, disciples, you know? നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മലകളോട് ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കും. Jesus told disciples that if you believe in you, believe yourself, and whatever you speak to the mountain, if you believe and speak, they'll be removed in the name of Jesus. പുതിയ നിയമത്തിലെ കളി മുഴുവൻ വാഗൊണ്ടാന്നൊന്ന് പറഞ്ഞേ. Can you say tonight that the New Testament power is not in your hand but in your mouth in the name of Jesus? 4 ദിവസമായി മരിച്ചടക്കപ്പെട്ട ലാസറിനെ കല്ലറ എന്ന് പുറത്തിറക്കാൻ എന്റെ കർത്താവിന് ഡെറ്റോളും സ്പിരിറ്റും പഞ്ഞിയും ഇഞ്ചക്ഷനും ഒന്നും വേണ്ട. ഒറ്റ വാക്കേ ഉള്ളൂ, ലാസറേ പുറത്തു വരിക. The Lazarus who had died and he was in the tomb for 4 days, my God didn't want an injection or spirit or Dettol to move him out, but only one word, Lazarus, come out. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? The reason, you know why it is? യേശുവിന്റെ അപ്പനാരാന്ന് ആദ്യം പഠിക്കണം. I mean, we need to understand who is the father of Jesus Christ. യേശുവിനോട് പലപ്പോഴും ചോദിച്ചു, നീ ആരാണ്? Many times people ask, who are you? അറിയാതെ പോലും പറഞ്ഞില്ല, ഞാൻ ഓലിക്കലെ മറിയുടെ മോനാന്ന്. He never said that I am the son of Maria. നിന്റെ ജോലി എന്നാന്ന് ചോദിച്ചാൽ അറിയാതെ പോലും യേശു പറഞ്ഞിട്ടില്ല ഞാൻ ആശാരിയാന്ന്. I mean, when they asked, what is your job? He never said, I am a carpenter. ജോലി എന്താന്ന് ചോദിച്ചാൽ യേശു പറയും രാജാവാന്ന്. When he asked, what is your job? He said, I am a king. അപ്പൊ ചോദിക്കും, കിരീടവും സിംഹാസനവും ഒക്കെ എന്തിയെ? They will ask you, where is the crown and the throne? അതവിടെ വെച്ചിട്ടാ വന്നേ. He will say, I've kept it over there and I've come down. അത്യാവശ്യമായിട്ട് വേഷം മാറി ഇവിടെ വരെ വന്ന രാജാവാണ് യേശു. Amen, hallelujah. He only came down to this world changing his kingship. Amen, and he come to this world. നമ്മുടെ യേശു രാജാവ് തന്നെയാണ്. Our Jesus is the King of kings and the Lord of lords. അവൻ തിരികെ പോയിട്ടിരിക്കുന്നത് സിംഹാസനത്തിലാണെന്ന് എത്ര പേർക്കറിയാം? How many of you know that he has gone back and sitting the throne? യുഎയിലെ ഒരു ഷെയ്ഖിന് ഒരു കാര്യം കൽപ്പിക്കാൻ ഓടിച്ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. I mean, the sheikh of UAE doesn't have to go back to his throne and stand over there and command. അതുകൊണ്ടാ ശതാധിപൻ പറഞ്ഞത്, നീ പോയി സിംഹാസനത്തിൽ ഇരുന്ന് കൽപ്പിക്കാനല്ല, നീ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരാൻ പോകുകയാണ്. That's what the captain said, no need for you to come there. You stand here and say one word and my child will be okay at that point of time. യേശുവിന്റെ അപ്പനായ പിതാവായ ദൈവത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. I mean, you should get to know who is the father of Jesus Christ. അവൻ വാഗൊണ്ട് കൽപ്പിച്ച് ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നവനാണ്. He is the one who opens his mouth and he will bring forth which you can't see. കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു. The last day God told me one thing very clearly. മോനെ, പശുവിന്റെ കുട്ടി പശു കരയുന്ന പോലെ കരയേണ്ടത്. പശുവിന്റെ കുട്ടി പശു കരയുന്ന പോലെ കരയണം. God told that the calf of the cow should cry like the cow. പട്ടിയുടെ കുട്ടി പൂച്ച കരയുന്ന പോലെ കരഞ്ഞാൽ സംശയിക്കണം ആ കുഞ്ഞിനെ. I mean, if that kitten cries like a cat, you need to doubt that cat. അപ്പോൾ പട്ടിയുടെ കുട്ടി പട്ടി കരയുന്ന പോലെ, പൂച്ചയുടെ കുട്ടി പൂച്ച കരയുന്ന പോലെ കരയുന്നേ. If it is the kitten will cry like dog and the cat will cry like cat only. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കൾ ദൈവം പറയുന്ന പോലെ പറ. I mean, if it is so, the children of God should speak like Jesus Christ himself. എന്തിനാ ഈ പങ്കപ്പാടുകളെല്ലാം യേശു സഹിച്ചത്? നമ്മെ ദൈവത്തിന്റെ മക്കളാക്കാൻ. I mean, why Jesus Christ took all this humility and troubles? Because he wanted to make you and me the sons and daughters of God. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ചിലരുടെ ഭാഷ ദൈവാത്മാവ് മാറ്റാൻ പോകുകയാണ്. God is telling me this evening that somebody's language God is going to change this evening. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് വലിയൊരു പ്രോജക്റ്റ് നടപ്പാക്കാനാണ്. Jesus Christ came to this world to fulfill a great project. ആ പദ്ധതിയെ കുറിച്ച് ഹന്ന ഒരിക്കൽ പ്രവചിച്ചു. And that project Hannah prophesied at one point of time. യാചകരെ പ്രഭുക്കന്മാരാക്കും. He will make the believers kings. അവൻ ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തിയിട്ട് തൊട്ടടുത്തുള്ള മതിലേൽ ഇരുത്തിയിട്ട് പോകുന്നല്ല. He will not bring the people from the ground but not to make them sit in the wall. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. He will bring the people from the dust. എന്നിട്ട് അവനെ
പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തും. He will make them sit among the kings. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? ഇന്ന് രാത്രി യാചകരെ കർത്താവിന് ആവശ്യമില്ല. God is not asking somebody will plead. ദൈവരാജ്യത്തിൽ ഒരുപാട് യാചകര് കൂടിക്കൊണ്ടിരിക്കുകയാണ്. I mean, the kingdom of God, there are many people who plead. തരണേ 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 എന്ന് പറഞ്ഞു നടക്കുകയാണ്. Give, 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 they are saying. ഇന്ന് രാത്രി യാചകരെ അല്ല കർത്താവിന് ആവശ്യമുള്ളത്. God doesn't want the people who plead, plead, plead. നമ്മളെ കർത്താവ് വീണ്ടെടുത്തത് എന്തിനാണെന്നറിയാവോ? Why God redeemed us, you know? പല ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും യേശു തന്റെ രക്തത്താൽ നമ്മെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങിയെന്ന് വെളിപ്പാട് 5:9 പറയുന്നു. And we know why God has redeemed us from different caste, creed and religion. Why? Because God, Bible says He redeemed us for Him in the name of Jesus. കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മലയാളം ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. KJV version is different from the Malayalam Bible. മലയാളം ബൈബിളിൽ രാജ്യവും പുരോഹിതന്മാരുമാക്കിയെന്നാണ്. Malayalam Bible says is king and the priest. എന്നാൽ ഇംഗ്ലീഷിലെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. But in English it's clearly mentioned. അവൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. In English Bible it says He has made us kings and priests. അവരെന്ത് ചെയ്യുന്നെന്നാ? അവരിവിടെ ഗ്രോസറി നടത്തുന്നല്ല. Not that they are doing some grocery work out here. അവര് ഭൂമിയെ വാഴുന്നു. They will have dominion over the universe and the earth. ഈ ദൂത് ഏറ്റെടുക്കാമെങ്കിൽ ഇനി കൊറോണ അല്ല ഇവിടെ വാഴാൻ പോകുന്നേ. നിന്റെ വാഴ്ച ഇന്ന് രാത്രി ആരംഭിക്കാൻ പോകുകയാണ്. If you believe this word today, corona is not going to have dominion over you, but you are going to have dominion over everything in the name of Jesus. ഈ സാത്താൻ എപ്പോഴാ ഇവിടുത്തെ പ്രഭു ആയെന്ന് വല്ലോ നിങ്ങൾക്ക് അറിയാവോ? You know that when Satan became the king out here, സാത്താൻ യേശുവിനോട് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്. Satan told Jesus one word. സകല രാജ്യങ്ങളും അതിന്റെ മഹത്വവും ക്ഷണനേരത്തിൽ യേശുവിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ എങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. He told Jesus Christ that the kingdom and everything has been given to me. നിങ്ങൾക്ക് ഒരു വാക്യം കാണിച്ചു തരാമോ സാത്താനെ ഇതെല്ലാം ഏൽപ്പിച്ചു കൊടുത്തതായിട്ട്? Can you show one word which says God has given it to Satan? ഇത് സാത്താന് ദൈവം കൊടുത്തിട്ടില്ല. God has not given this to പക്ഷെ Satan. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം, Those who read the word of God, സ്വർഗം ദൈവത്തിന്റെ സ്വർഗം, the kingdom, the heaven belongs to Jesus Christ. ഭൂമി അവൻ മനുഷ്യർക്കാ കൊടുത്തേ. The earth has been given to the people, His children. ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനാ നമ്മൾ പഠിക്കുന്നേ. In book of Genesis we read so. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞത് ഇവിടെ തട്ടുകട തുടങ്ങട എന്നല്ല. God created Adam and Eve and they not said like you start a tea shop over there. നീ ഭൂമിയെ വാഴണം. You should rule over the world. സകലത്തെയും അവന്റെ കാൽ കീഴാക്കി. And everything was given to His feet. ബഹുമാനവും തേജസ്സും അവനെ അണിയിച്ചു. He was given the glory and grace. അവന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് അവനെ അധിപതിയാക്കി, ഡൊമിനിയനാക്കി. I mean, He made him dominion over every work of His hand. പക്ഷേ എന്ത് സംഭവിച്ചു? മനുഷ്യൻ പാപത്തിൽ വീണപ്പോൾ, അവൻ പരാജയപ്പെട്ടപ്പോൾ അവൻ ദാസനായിട്ട് പോയി. And when he fall on the sin, from the glory what he received, he became a servant. നിങ്ങൾക്കൊക്കെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വെറുതെ പോകുന്നില്ല. Because you know the Bible, that's why not going to book of Genesis. മനുഷ്യനെ ദൈവം പുറത്താക്കി. God removed him from the Garden of Eden. ഞാൻ പറയുന്നത് മനുഷ്യനെ സസ്പെൻഡ് ചെയ്തു ദൈവം. I tell that God has suspended the man. നീ ഇരിക്കേണ്ടടുത്ത് നീ ഇരുന്നില്ലെങ്കിൽ അവിടെ നാഗേറിയിരിക്കും. I mean, if you don't sit the place you are supposed to sit, something else will come and sit over there. മനുഷ്യൻ സസ്പെൻഷനിലായപ്പോൾ ഇവിടുത്തെ സാത്താൻ ഓൾറെഡി പ്രഭുവായി. I mean, when God suspended man, then that point of time Satan became the king over there. അതുകൊണ്ട് തന്നെ യേശു സാത്താനെ നമ്മൾ വിളിക്കുന്ന പോലെ അല്ല വിളിച്ചത്. നമ്മളാണ് ദുഷ്ട പിശാച് വരുന്നുണ്ടെന്ന് പറയും. I mean, God has not called Satan the way we call. We will say, see, the devil is coming. പക്ഷെ യേശു പറയാണ് ലോകത്തിന്റെ പ്രഭു വരുന്നു. But Jesus says, see, the king of this world is coming. പക്ഷേ മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തിയെ അഴിക്കാനാവൻ വന്നത്. ആ പ്രഭുവിനെ സല്യൂട്ട് ചെയ്യാനല്ല, അവന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് യേശു വന്നത്. In other words, the Bible says he has come to remove the chains of this person, and whatever plans he has made, he has come to remove that. രണ്ട് വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. When you read 2 words, we'll get to know. സാത്താനെ കൊണ്ട് ആയുധം വെപ്പിച്ചെന്നൊരു വാക്യമുണ്ട്. There's a word which says God has
put Satan's sword and everything down. രാത്രി വിശദമായ ഒരു പ്രഭാഷണത്തിന് എനിക്ക് സമയമില്ല. And there's no time for you to give in detail. പക്ഷെ രണ്ട് വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. I'm going to bring 2 words to you this evening. ഞാൻ പ്രിപ്പയർ ചെയ്ത വചനമല്ല പറയുന്നത്. What I prepared, I'm not telling you. ഇവിടുത്തെ വലിയ ചർച്ച് ഓഫ് ഗോഡിൽ ഞാൻ 28 പ്രസംഗങ്ങൾ നടത്തി. In this church of God, I preached 28 messages. എന്നിട്ടും എൻ്റെ കയ്യിൽ ഒരു പ്രിപ്പറേഷനും ഇല്ല. Till now, no preparation there for me. ഞാൻ ഈ കഴിഞ്ഞ രാവിലെ 5 മണിയായപ്പോൾ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. This morning, early 5 a.m., God woke me up. 1.5 മണിക്കൂർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നോട് പറഞ്ഞു. Prepare himself after that. രാവിലെ എഴുന്നേറ്റപ്പോഴേ ദൈവാത്മാവോട് പറഞ്ഞു, ഇന്നൊരു ശുശ്രൂഷ ഉണ്ടടാ. I mean, God told me this morning that there is a meeting and there is preaching for you. നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഈ രാത്രി ഒരു കൈമാറ്റം നടക്കാൻ പോകുകയാണ്. And tonight, if you believe, God is going to, impart something on you in the name of Jesus. എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് അറിയാം, ഒരു പകർച്ച നടന്നാൽ നിന്റെ തകർച്ചകളെല്ലാം മാറാൻ പോകുകയാണ്. I know if there's importance happening in your life, all your destruction will be removed in the name of Jesus. പ്രധാനമായിട്ട് കർത്താവ് എന്നോട് പറയുന്ന ദൂത് എന്നാണെന്നറിയോ? God is telling me one thing. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ അധികാരം, ആ പവർ യേശുക്രിസ്തു മൂലം തിരികെ തരാൻ പോകുകയാണ്. Whatever we lost, the power and grace, God is going to give it back through Jesus Christ. അതാണ് പൗലോസ് തെസ്സലോനിക്ക സഭയോട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. That's why Paul said in the book of Thessalonians clearly, അവിടെ പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം കാണാനല്ല പ്രാപിക്കാനാണ് സുവിശേഷ ഘോഷണത്തിലൂടെ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുന്നത്. Paul says that you have been called by God not to see and visualize that word, but by the word of God that's been imparted unto you for the glory of God. യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ സുവ്യക്തമായി പ്രവചിച്ചയാളാണ് യെശയ്യാ പ്രവാചകൻ. For the birth of Jesus Christ, Prophet Isaiah has prophesied. യേശുവിന്റെ കന്യകാ ജനനത്തെ കുറിച്ച് മാത്രമല്ല, അവൻ ഏത് റൂട്ടിലൂടെ പോയി ശുശ്രൂഷിക്കുമെന്ന് റൂട്ട് മാപ്പ് വരെ വരച്ചവനാണ് യെശയ്യാവ്. And Isaiah not only has said about the birth of Jesus Christ, but also has prophesied the route in which he is going to move forward. കാരണം യെശയ്യാ 9 കാണുന്നു, അവൻ നഫ്താലിയുടെ സെബൂലൂന്റെ അതിരുകളിലൂടെ ചെന്ന് ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയ വെളിച്ചം കാണും. In book of Isaiah chapter 9, it says that from Jephthalim and Nebulun, he'll go through the midst of darkness and the people will see the light over there. മത്തായി 4:14 യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു നഫ്താലിയുടെ സെബൂലൂന്റെ അതിരുകളിലൂടെ ചെന്ന് ഇരുട്ടിൽ ഇരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു, രോഗികൾക്ക് സൗഖ്യം വന്നു. ഉടനെ അവിടെ എഴുതിയിരിക്കുകയാണ്, പ്രവാചകൻ പറഞ്ഞതിന് നിവർത്തിയായിരിക്കുന്നു. In book of Matthew, we can see that God moved to the villages and township and they've healed many people over there, and that point of time is written over there. Whatever the prophet has said has come past in the name of Jesus. നമുക്ക് യെശയ്യാവിന്റെ പ്രവചനങ്ങളെ കണ്ണു അടച്ച് വിശ്വസിക്കാം. We can blindly believe the prophetic word in the book of Isaiah. കാരണം ശാസ്ത്രത്തെയും സയൻസിനെയും പൊട്ടുകളിപ്പിച്ചുകൊണ്ട് യെശയ്യാവ് പറഞ്ഞു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന്. He has removed the thoughts of science and everything. He said a virgin is going to give birth to a son. അത് നടന്നെന്ന് വിശ്വസിക്കുന്ന ഒരു കൈ ഒന്ന് ഉയർത്തി കാണിച്ചേ. Those who believe, can you lift up hands and give glory to God? അവൻ യെശയ്യാവ് പറയാണ്, ആ ശിശു വെറും ശിശുവല്ല, ആധിപത്യം അവന്റെ തോളിലേക്ക് വരും. He said, no, it's not a child, but the power will come onto his shoulder. ബൈബിൾ പറയുന്നു, സകലത്തിന്റെയും അധിപതിയാക്കി യേശുവിനെ പിതാവ് അപ്പോയിന്റ് ചെയ്തു. Bible says that he has made the king over everything and the father has appointed him. യെശയ്യാവ് പണ്ടേ പറഞ്ഞു, അത് വെറും ഒരു ശിശുവല്ല, ആധിപത്യം അവന്റെ തോളിലാകും. മാത്രമല്ല, അവൻ അത്ഭുതത്തിന്റെ മന്ത്രിയായിരിക്കും. Not only said that he is a prince of priests, he is a king of kings, he is a God of miracles, he said. യേശു കർത്താവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം നിർവഹിക്കുവാനിടയായി. Whatever prophet Isaiah said, everything has come to pass in the name of Jesus. നിങ്ങൾക്ക് തൃത്വത്തെ വ്യക്തമായി യെശയ്യാവ് വരച്ചു കാണിച്ചിട്ടുണ്ട്. He has shown Father God, Son God and the Holy Spirit clearly. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ഉസിയാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവായ ദൈവത്തെ യെശയ്യാവ് വരച്ചു കാണിക്കുകയാണ്. In Isaiah 6, he has said in the time of Isaiah, death of Isaiah, in the throne he has seen that God Father was over there. എന്നാൽ യെശയ്യാവ് പറയാണ്, പിതാവായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. Isaiah told the king, the God the Father is sitting on the throne. എന്നാൽ പുത്രൻ തമ്പുരാനെ ഞാൻ കാണുന്നത് അവൻ പ്രശ്നബാധിത പ്രദേശങ്ങൾ ഇറങ്ങി വന്ന് സന്ദർശിക്കും.
And he says that the son I will see that he's coming down to the earth and going to the wilderness in a darkened place. ഈ മന്ത്രി സന്ദർശിച്ചിട്ട് കുറച്ച് വാഗ്ദത്തങ്ങൾ ചെയ്തിട്ട് പോവല്ല എന്ന് പറഞ്ഞാൽ ലാസറിന് നഷ്ടപരിഹാര തുകയല്ല പ്രഖ്യാപിച്ചത്, നഷ്ടപരിഹാര തുകയല്ല, ലാസറിനെ അവൻ ഉയർപ്പിച്ചിട്ടാണ് പോയത്. He has not come to give some compensation to Lazarus, but he came and gave back the life to Lazarus. നിങ്ങൾക്കറിയാം ചിലയിടത്തൊക്കെ ഭരണം സംഭവിക്കുന്നിടത്ത്, അപകടങ്ങൾ സംഭവിക്കുന്നിടത്ത് മന്ത്രിമാർ സന്ദർശനം നടത്താറുണ്ട്. You know, wherever there's problem, everything, you know, the rulers go over there, MLAs and ministers go over there. എന്നാൽ ഇവിടെ ലാസറിന്റെ അകാല മരണത്തിൽ ഈ മന്ത്രിയായ, അത്ഭുതത്തിന്റെ മന്ത്രിയായ യേശു സന്ദർശനം നടത്തുവാനായിട്ട് വന്നു. The place of Lazarus, the King of Kings, the Lord of Lords came there to visit Lazarus. അവന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൊടുത്തേക്കാമെന്നല്ല, പകരം ഈ മന്ത്രി അവിടെ നിന്നൊരു ഓർഡർ ഇട്ടു, ലാസർ come out. He standing out there, not declared 5 lakh rupees to Lazarus, but he said, Lazarus, come out. ഇന്ന് രാത്രി നിന്റെ വിഷയത്തെ കുറിച്ച് ഒരു ദൂത് പറയാനല്ല, ആലോചന പറയാനല്ല, ഇന്ന് രാത്രി യേശു വന്നിരിക്കുന്നത് അവൻ പ്രവൃത്തിയിൽ ശക്തനാണ്. He has not come to say something to you, but let me tell you, he is here tonight to fulfill the desire of your heart. ഇവിടെ നിന്ന് നോക്കുമ്പോഴാ നല്ല രസം. ഇതുമായി ബന്ധപ്പെട്ടാതെ ഞാൻ ഇവിടുത്തുകാരനല്ലെന്നും പറഞ്ഞ് ഇതിനകത്തിരിപ്പുണ്ട്. When you see from here somebody sitting over there, they have not been part of this, they sit like യേശു വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ 12 പേരെ ഒരുമിച്ച് കണ്ടത്. when Jesus walking, there were 12 people he saw over there. പത്രോസ് ഉടനെ പറഞ്ഞു, എനിക്ക് വെള്ളത്തിൽ നടന്നേ പറ്റുള്ളൂ. But Peter told, I need to walk in the water. കാരണം പത്രോസ് മനസ്സിലായി, ആശാരിമാര് വരെ വെള്ളത്തിൽ നടക്കാൻ തുടങ്ങി, എന്നിട്ട് മുക്കവൻ ഇവിടെ കുത്തിയിരിക്കുന്നേ ഉള്ളൂ. And Peter understood that, the carpenter was walking on the water, but the fisherman is still on the boat. മോനെ, നീ ഇത് ഏറ്റെടുത്തില്ല, അറബി ഇത് ഏറ്റെടുത്ത് നിന്നെ കടത്തി വെട്ടും. If you don't receive this word, let me tell you, the Arabs will take this word and hallelujah, they will be anointed with God. പാകിസ്ഥാനി വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും അറിഞ്ഞായിരുന്നോ? Did you know that in Pakistan many big rally is happening over there? പത്രോസ് നോക്കിയപ്പോൾ ആശാരി വെള്ളത്തിന്റെ മുകളിൽ കൂടെ കൂളായിട്ട് നടക്കുകയാണ്. When Peter saw the carpenter was walking on the water with cool, പത്രോസ് പറഞ്ഞാണ്, ഞാൻ എന്തിനാ ഇങ്ങനെ മുക്കവനായിട്ട് നടക്കുന്നത്? Peter had told him, why I am a fisherman. ഈ കടത്തീരത്ത് ജനിച്ച് നടന്ന് എനിക്ക് ഇതുവരെ നടക്കാൻ പറ്റിയിട്ടില്ല. He said, I was born and brought up over the sea, but I was not able to walk on the water. യേശു ആണെങ്കിൽ ഞാനും നടക്കും. If you say you are Jesus, I also want to walk. ഞാൻ ചോദിക്കട്ടെ, ഈ കാഴ്ച യൂദായി കണ്ടതല്ലേ? Same thing Jude also saw. എന്താ യൂദായിക്ക് വെള്ളത്തിൽ നടക്കാനുള്ള താല്പര്യം ഇല്ലാത്തെന്നറിയോ? You know why Jude was not interested to walk in the water? അവൻ യേശു വെള്ളത്തിൽ നടക്കുന്നതല്ല കണ്ടത്, ഇവിടുത്തെ ദറംസിന്റെ വിലയാ അവൻ കണ്ടത്. You know what? He was not looking at Jesus the way he was walking the water. He was looking at the money. പണസഞ്ചി അവന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇനി യേശു തലകുത്തി വെള്ളത്തിൽ കൂടെ നടന്നാലും അവനെ അത് ബാധിക്കത്തില്ല. അവന്റെ തലയ്ക്കകത്ത് മുഴുവൻ പണം പണം പണമാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. Even if whatever does in his life, Judas is not going to do. Even if Jesus put his head down, walks on the water, in his mind is only money, money, money. As long as money is with Judas, he will not be bothered about what Jesus is doing. പത്രോസിന് ആവശ്യം പണമല്ല, അവൻ നടക്കുന്നത് പോലെ എനിക്ക് നടക്കണം. Hallelujah. Peter doesn't want the money, he wants to walk the way Jesus is walking. യേശു പറഞ്ഞത് follow me, എന്നെ അനുഗമിക്കുക. Jesus said that follow me. യേശുവിന് വിശ്വാസികളെ അല്ല വേണ്ടത്, ശിഷ്യന്മാരെയാണ് വേണ്ടത്. Jesus doesn't want believers, he wants disciples. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ കൈയടിക്കുന്നവരും പാട്ടുപാടുന്നവരുമല്ല. He's not the disciples who clap their hands and sing songs. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരു ചെയ്യുന്നത് പോലെ ചെയ്യുന്നവനാണ്. Disciples are the one who will do what his guru is doing or his master is doing. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ചിലർ ശിഷ്യന്മാരാകുകയല്ലായിരുന്നു. It's not that among the Christians somebody became disciples. ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത്. The name Christian has come to disciples. യേശു പറയാണ് follow me. Jesus is telling follow me. എന്നെ അനുഗമിക്കുക. You follow me. ഞാൻ ഇവിടെ വന്ന പല സഭകളിലും ന്യായപ്രമാണത്തിന്റെ ഉപദേശം കൊണ്ട് മനുഷ്യനെ നന്നാക്കാൻ നോക്കുന്ന കണ്ടു.
I mean, when I came to this church out here, many people were trying to, to revive them by the book of law. 20 വർഷമായി ഞാൻ ലോക രാജ്യങ്ങളിൽ പലയിടത്തും പോയി പ്രസംഗിക്കുന്നുണ്ട്. 20 years I'm going to different parts of the world to preach the word of ഞാൻ God. ശ്രദ്ധിച്ചു, അത് ന്യായപ്രമാണത്തിന്റെ ഉപദേശങ്ങൾ കൊണ്ട് മനുഷ്യരെ നന്നാക്കാൻ പാസ്റ്റർമാർ നന്നേ പാടുപെടുകയാണ്. I mean, by the book of law, they want to correct the people, but I've seen that they are struggling to, bring them to Christ. ന്യായപ്രമാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. I have not said you don't want the book of law. അതൊരു ഗൈഡാണ്. It's a guide for you. പുതിയ നിയമത്തിന്റെ നിഴലാണ്. It's the shadow for the New Testament. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, 2002 ആദ്യമായി ഞാൻ എറണാകുളം പട്ടണത്തേക്ക് കാർ ഓടിച്ച് പ്രസംഗിക്കാൻ ചെന്നു. I remember in 2002, first time I drove car to Ernakulam to preach the word of God. കടവന്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞ് രാത്രി 10:30 ആയപ്പോൾ എന്റെ വീട്ടിലേക്ക് പോകാൻ കാർ എടുത്തു. From Kadavantara, I was just, after the message, after preaching, I was going back to Rani. ഞാനൊരു ജംഗ്ഷനിൽ വന്നിട്ട് ഒരാളോട് ചോദിച്ചു, വൈറ്റില പോയിട്ട് അതുവഴി ആലപ്പുഴ പോകാനാ, വഴി എന്താന്ന് ചോദിച്ചു. I asked that person, I want to go to Whiteland, and from there I want to go to Alapura. അദ്ദേഹം എന്നോട് പറഞ്ഞു, go straight, then take left and right. Again, go straight. He told that you go straight, take right, again you take left, and again you go straight. ഞാൻ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തേച്ച് അവിടെ നിൽക്കുക. I took the first left, I was standing over there. ഇനി എങ്ങോട്ടാ എടുക്കേണ്ടെന്ന് അറിയത്തില്ല. I don't know where to go furthermore. അയാൾ തന്ന ലിസ്റ്റ് ഞാൻ അങ്ങ് മറന്നുപോയി. The list what he gave, I forgot completely. അത് കഴിഞ്ഞ് ഒരാൾ വന്നു. After one other person came, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എനിക്ക് ആലപ്പുഴയ്ക്ക് പോകാൻ ഏതാ വഴി? I asked him to go to Alapura, how should I go? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും ആലപ്പുഴയ്ക്കാ. He told, I am also going to Alapura. എന്നോട് പറഞ്ഞു, follow me. He told, follow me. Follow me. Follow me. ഞാൻ പിന്നെ എന്ത് ചെയ്തെന്നറിയാവോ? You know what I did after that? വേറെ ഒന്നും നോക്കാൻ പോയില്ല. I didn't do anything else. ആ വണ്ടിയിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. I started following the signals coming from that car. അദ്ദേഹം ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട ഞാനും ലെഫ്റ്റിലേക്ക് ഇടും. Moment he was putting India to left, I was also putting India to left side. അദ്ദേഹം റൈറ്റിലേക്ക് ഇട്ട ഞാനും റൈറ്റിലേക്ക് ഇടും. When he was putting India to right hand side, also driving to us right. മോശ പലരെയും ഉപദേശങ്ങൾ കൊണ്ട് നന്നാക്കാൻ നോക്കി. Moses was trying to rectify people with their word. പക്ഷേ യേശു വന്നിട്ട് പറഞ്ഞു, ആത്മാവിന്റെ സിഗ്നലിനെ അനുസരിച്ചു വാ. Jesus came and told you need to understand the spiritual realm and you follow the spirit. നിങ്ങൾ നടക്കുകയല്ല, സകല സത്യത്തിലും ഞാൻ നിങ്ങളെ വഴി നടത്താൻ പോകുകയാണ്. You are not going to walk, I'm going to make you walk in the truth. മുന്നേ പോകുന്ന വാഹനത്തിന്റെ സിഗ്നൽ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ തുടങ്ങി. I was following that car and I was turning left and right and following the car. അവസാനം ഞാൻ പോലും അറിഞ്ഞില്ല ആലപ്പുഴ എത്തുവാനിടയായി. And I also don't know I reached Alapura safely. യേശു പറയാണ്, എന്നെ അനുഗമിക്കുക. Jesus is saying, follow me. ആത്മാവ് തരുന്ന സിഗ്നലുകളെ നിങ്ങൾ അനുസരിക്കുക. I follow the signal of the Holy Spirit of God. പൗലോസ് പറയാണ്, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് മക്കള്. And Paul says those who have been walking in the Spirit are the children of God. ഇന്ന് രാത്രി ആത്മാവിന്റെ ഒരു നടത്തിപ്പ് നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. And tonight let me tell you, you are going to get the power of the Holy Spirit and you are going to walk with him. എത്തേണ്ടുന്ന പട്ടണത്തിൽ എത്തേണ്ടതിന് നിന്നെ ചൊവ്വയുള്ള പാതയിൽ എന്റെ കർത്താവ് നടത്താൻ പോവുകയാണ്. Wherever you need to reach, the Holy Spirit of God is going to lead and you are going to follow the signal. എന്നോട് ദൈവാത്മാവ് പറയുന്നു, പണ്ട് ഇവിടെ വന്നതിനേക്കാൾ എത്രയോ ഈസിയാണ് UAE കൂടുള്ള യാത്ര. God is telling me how easy it is that to walk in UAE right now, the time before when I came. കാരണം എന്റെ ഫോണിൽ ഒരു GPS ഉണ്ട്. And because the phone I've got a GPS. ഇതിനകത്ത് ഒരു സ്ത്രീ ഇരുന്ന് എന്റെ ഭാഷയെ പറയാണ്, ഓ ലെഫ്റ്റ് റൈറ്റ്. ഞാൻ വർഷിപ്പ് സെന്ററിൽ വന്നു. In the screen I'm seeing the signal left right and I came to worship center. ഇത് തന്നെയാണ് യേശു ചെയ്തത്. നിന്റെ മേൽ ആത്മാവെന്ന GPS ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. Same thing Jesus Christ did. He put the Spirit, the GPS unto you. ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരാൻ പോവുകയാണ്. God is going to send forth anointing over you. ഒരു നടത്തിപ്പുകാരനെ നിന്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. One who is going to lead you, God is going to fit him inside you. ഇനി നീ നടക്കുകയല്ല, ദൈവാത്മാവ് നിന്നെ നടത്താൻ പോവുകയാണ്.
You are not going to walk, but the Holy Spirit of God is making you walk. ഇനി നീ പ്രസംഗിക്കണ്ട, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ സംസാരിക്കാൻ തുടങ്ങും. You are not going to preach. The Holy Spirit of God is going to speak from you within. വിശ്വസിക്കുന്ന ഒരു കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Those who are believing, raise your hand and give glory to God. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ പറയുന്നത് എന്നാണെന്നറിയോ? The Holy Spirit of God is telling me inside my heart. യെശയ്യാവ് പിതാവിനെ കുറിച്ചും And the wilderness will be transformed into a vegetated land. സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവിനെയും കന്യകയിലൂടെ ജനിക്കുന്ന പുത്രനെയും മാളിക മുറിയിൽ അവരുടെ മേൽ ഇറങ്ങി വരുന്ന ആത്മാവിനെയും യെശയ്യാവ് വ്യക്തമായി ദർശിച്ചിട്ട് ലോകത്തിന് കൈമാറുകയാണ്. And Holy Spirit of God was very much revealed in the book of Isaiah. He told about God the Father, he told about God the Son, and God the Holy Spirit, and he revealed that glory to the book of Isaiah to the entire world. അങ്ങനെയാണെങ്കിൽ ആ യെശയ്യാവിന്റെ പ്രവചനങ്ങളെ നിങ്ങൾ സംശയിക്കരുത്. And if it is so, you should not be, hallelujah, doubting the prophetic word of book of Isaiah. ആ യെശയ്യാവ് മഹത്വത്തെ കുറിച്ച് പ്രവചിച്ചു. Isaiah spoke about the, glory realm. 60-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. That is in the book of Isaiah chapter 60. 60-ന്റെ 1 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ When you read from book of Isaiah chapter 60 onwards, ആ വലിയ പ്രസംഗവും നടത്തുകയല്ല, ചെറിയ ചിലതൊന്നും ഓർപ്പിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm not going to speak much bigger thing, but I just want to remind you something, and I'm going to pray for you. അവിടെ എഴുതിയിരിക്കുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. The Bible says, arise and shine, for the light has come. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. When you come down, there's one more verse. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. Amen, hallelujah. You are going to get the glory of God rising upon you. എന്തുവാ അതിന്റെ അർത്ഥമെന്നറിയാവോ? You the meaning of that? ദൈവത്തിന്റെ മഹത്വം സ്വർഗത്തിൽ ചെന്നല്ല ആളുകൾ കാണാൻ പോകുന്നത്, നിന്റെ മേൽ അത് കാണാൻ പോകുകയാണ്. You are not going to see the glory of God going back to heaven, but right now in your place you are going to see the glory of God in the name of Jesus. അതാണ് യേശുവിൽ വെളിപ്പെട്ടത്. ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി യേശുവിൽ കൂടെ ലോകം കാണുകയാണ്. Hallelujah. Whatever glory was revealed in the heavenly place, that was redeemed by the power of God, and Jesus was the reflection of the power of God. നിങ്ങൾക്കറിയാം, പകൽ വാഴുവാനായിട്ട് സൂര്യനെയാണ് ആക്കിയിരിക്കുന്നത്. You know that God has given the sun in the morning, പക്ഷേ രാത്രി വാഴുവാൻ ചന്ദ്രനെയാണ്. and night God has given the moon. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. But there's a problem. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുകയില്ല. But moon cannot reflect by itself. പകൽ വാഴുവാൻ സൂര്യനുണ്ട്. Morning there is sun. അവന് സൂര്യന് സ്വയം പ്രകാശിക്കാൻ കഴിയും. Sun can reflect himself. പക്ഷെ രാത്രിയിൽ വാഴുവാനായിട്ട് അവൻ ചന്ദ്രനെ ആക്കിയത്. But God has made moon to be in the night. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, തിരിച്ചല്ലായിരുന്നോ വേണ്ടത്? I asked God the reverse that should happen. പകല് പ്രത്യേകിച്ച് വെട്ടമില്ലേലും സാരമില്ല, അവിടെ ചന്ദ്രന് നീ ആക്കിയാ പോരായിരുന്നോ? Morning you don't need much light, but you could have made sun to come in the morning. ഈ രാത്രിയിൽ ഈ സ്വയം വെട്ടമില്ലാത്ത ചന്ദ്രൻ എന്നാ ചെയ്യാനാ? Those the moon who don't have his own light, what is going to do in night? പക്ഷേ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, but the Holy Spirit of God spoke to me. ചന്ദ്രന്റെ പ്രകാശം കണ്ടുകൊണ്ടല്ല ഞാൻ തെരഞ്ഞെടുത്തത്. I have not chosen you by seeing the light of the moon. എന്റെ പ്രകാശം ഞാൻ അവന്റെ മേൽ പകരും. I will send for my glory upon him. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം, ചന്ദ്രൻ സ്വയം പ്രകാശിക്കത്തില്ല, പക്ഷേ സൂര്യന്റെ പ്രകാശം ചന്ദ്രനെ മേൽ തട്ടിയിട്ട് ചന്ദ്രനിൽ നിന്ന് രാത്രിയിൽ നമുക്ക് വെളിച്ചം ലഭിക്കുകയാണ്. You know how many of you know that the moon doesn't work by itself, but receive the glory and the light from the moon, from the sun, and it reflects in the night. നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, എഴുന്നേറ്റ് പ്രകാശിച്ചോ, നിന്റെ പ്രകാശം വരുന്നു. God is telling you, arise and shine, the light has come upon you. നിന്നെ ഒരു റിഫ്ലക്ടർ ആക്കി വെച്ചിരിക്കുകയാണ്. God has made you a reflector. നിന്റെ സ്വന്തം പ്രകാശം ദൈവത്തിന് വേണ്ട. Your light is not required by God. കർത്താവ് പറയാണ്, നീ ഭൂമിയുടെ വെളിച്ചമാണ്. God says, ye are the light of the world. നീ വിളക്കാണ്. You are the light. ഇതാ ദൈവത്തിന്റെ തേജസ് നിന്റെ മേത്തോട്ട് വരാൻ പോകുകയാണ്. The glory of God is coming upon to you, my dear brothers. നിന്റെ സ്വന്തം പ്രകാശമല്ലിത്. This is not your light. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Your
glory has come from heaven. എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു, ചിലരുടെ മേലോട്ട് വലിയ പ്രകാശം വരാൻ പോകുകയാണ്. God is showing me to somebody the glory of God is coming upon to you. അതാ പൗലോസ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്യുന്നു. That's why Paul said, I receive from heaven and I'm giving unto you. നീ ഒരു മീഡിയേറ്റർ ആണെന്ന് പറഞ്ഞേ. You tell that you are a mediator. നിന്റെ കഴിവ് ഇവിടെ വേണ്ട. Your things is not required. നിന്റെ വിദ്യാഭ്യാസം ഇവിടെ നോക്കണ്ട. Your degree is not required. കർത്താവിൽ നിന്ന് പ്രാപിക്കുക. You receive from heaven, from Jesus, ജനങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുക. and give it to the people. ആരെങ്കിലും തയ്യാറാണ്? Are you ready this evening? എങ്കിൽ അവന്റെ മഹത്വം നിന്റെ മേൽ കാണാൻ പോകുകയാണ്. If it is so, the glory is going to come upon to you. അവന്റെ മഹത്വം നിന്റെ മേൽ പ്രകാശിക്കാൻ പോകുകയാണ്. The glory is going to come upon to you. യെശയ്യാവ് ഇത് ചുമ്മാ പറഞ്ഞല്ല. Isaiah is not told just like that. യെശയ്യാവ് വലിയൊരു പ്രവാചകനാണ്. Isaiah is a greater prophet. അദ്ദേഹം നടന്ന കാര്യമല്ല പറയുന്നത്, നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. He's not talking about things that happened. He's going to talk about the thing is going to happen. അദ്ദേഹം പ്രവചിക്കുകയാണ്, യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. He is prophesying that the glory of God will be revealed upon you. മലയാളം പുസ്തകത്തിൽ തേജസ് എന്ന് എഴുതിയേക്കുന്നത്. In Malayalam it is written as the glory. ഇംഗ്ലീഷിലാണ് പറയുമ്പോൾ അവിടുത്തെ എഴുതിയിരിക്കുന്നത് ഗ്ലോറി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. English it is written the glory. മലയാളത്തിൽ അതിന്റെ പച്ച മലയാളം മഹത്വം എന്നാണ്. ഗ്ലോറി എന്ന് തന്നെയാണ്. In the actual sense it's called Mahuttam in Malayalam. പൗലോസ് തെസ്സലോനിക്കരോട് പറയാണ്, ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് കണ്ണടച്ച് പിടിച്ച് ഫോട്ടോ എടുത്ത് അമേരിക്കയിൽ അയച്ച് പാൽപ്പൊടി വരുത്തുന്ന പരിപാടിയല്ലിത്. Paul says that like Thessalonians said, I have not called you that you close your eyes, take the photo and send it to America and get some milk powder. യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങളെ കാണിക്കാനും വിളിച്ചതല്ല. I mean, he has not called you to show the glory of Jesus unto you. പകരം യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. You have been called by God to receive the glory of Jesus unto your lives. എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഈ വാക്കിന്റെ അടിസ്ഥാനം എന്താണ്? What is the foundation of this doctrine of this word? മഹത്വം പ്രാപിക്കാനാ എന്ന് പറയാൻ കാരണം എന്നാ? What is the reason that you have been called by God to receive the glory? നിങ്ങൾ റോമാലേഖനം 3:23 എടുത്ത് വായിച്ചു നോക്ക്. പാപം ചെയ്തപ്പോ മനുഷ്യന്റെ മൂക്കിന് 2 തുള വീണെന്നല്ല എഴുതിയേക്കുന്നേ. You can read from book of Romans 3 verse 20 that when they have done the sin, not that they got a hole in the nose. പാപം ചെയ്തപ്പോ ചെവി പാള പോലായെന്നല്ല എഴുതിയിരിക്കുന്നത്. Not that when they did the sin that the ears have been happened something. പാപം ചെയ്തോടുകൂടി നമ്മുടെ മുടി കറുത്തു പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. When you did the sin, is not that our hair became black. നമ്മുടെ ഷേപ്പ് ഒന്നും മാറിയില്ല പാപം ചെയ്തപ്പോ. When you did the sin, our shape has not changed. പക്ഷെ പാപം ചെയ്തപ്പോ എന്നാ സംഭവിച്ചെന്നറിയാവോ? You know what happened when you did the sin? God's glory അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. Hallelujah, the glory of God has been removed from you. നിങ്ങൾ ശാന്തമായിട്ടൊന്ന് വായിച്ചു നോക്ക്. ഇവിടെ വെള്ളപ്പൊക്കം ഒന്നുമില്ല, വായിച്ചു നോക്ക്. 3:23. Can you go to book of Romans 3:20? ഇവിടെ വെള്ളം പൊങ്ങി വരുന്നൊന്നുമില്ല, വായിച്ചു നോക്ക്. നിങ്ങളെ കൊല്ലും ഞാനും ചാവൂന്നും പറഞ്ഞ് എവിടെ പോവാ ഇത്? See, it is written that for all have sinned and fall short of God, glory of God. പാപം നിന്റെ അകത്തുനിന്ന് അടിച്ചു മാറ്റിയത് ദൈവം നിന്റെ മേൽ വെച്ച ഗ്ലോറിയാണ്. The sin has removed from you the glory which was given unto you by God the Father. ഞാൻ ചോദിക്കട്ടെ, പാപം ചെയ്തപ്പം ഗ്ലോറി നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നെങ്കിൽ എവനെവിടുന്നാണ് ഈ ഗ്ലോറി കിട്ടിയത്? എവിടുന്ന്? If they say that if you have lost the glory, if you are doing the sin, now let me ask you how you got back the glory. വിസിറ്റിംഗ് വിസയിൽ ഞാൻ ഇവിടെ വന്നിറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്നുകൊണ്ട് പറയുക, എന്റെ 5000 ദിർഹംസ് കളഞ്ഞു പോയെന്ന്. I came to Dubai in the visiting visa and I'm saying that my 5,000 dirhams is lost. അപ്പൊ പോലീസുകാരൻ എന്നോട് ചോദിച്ചു, ഇവിടെ വിസിറ്റിംഗ് വന്നു നിനക്ക് എയർപോർട്ടിലോട്ട് വന്നു ഇവിടെ കിട്ടണം 5000 ദിർഹംസ്. The police asked me that moment you came to the airport, how you got that 5,000 dirhams. മനുഷ്യൻ പാപം ചെയ്തപ്പോ അവന്റെ മഹത്വം കളഞ്ഞു പോയെന്ന്. I mean, when they did the sin, the glory was removed from them. നമുക്ക് ചോദിക്കാം, നിനക്ക് എവിടുന്നാടാ ഈ നഷ്ടപ്പെടാനും മാത്രം മഹത്വം? We can ask that, like, from where you got the glory to be lost. ഇന്നുള്ളൊരാൾ പറയാ എന്റെ ബോധം കെട്ടുപോയെന്ന്. ഞാൻ അവനോട് ചോദിച്ചു, കെടാനും മാത്രം നിനക്ക് ബോധം ഉണ്ടായിരുന്നു എന്ന്.
Somebody asked that they've gone slain. So I asked them, like, do you had that thing to be slain? ഇവന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയെന്ന്. His glory was taken out. മനുഷ്യനെ ദൈവം നിർമ്മിച്ചത് വെറും മണ്ണുകൊണ്ടാ. God has created human being just with the dust of the earth. പിന്നെങ്ങനെ ഇവന് മഹത്വം പോയെന്ന് പറയുന്നത്? ഇവൻ വെറും മണ്ണല്ലായിരുന്നു. How he can say that he lost his glory, but because just a sand? അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. There is where we need to understand the glory of God. സങ്കീർത്തനം 8:4 എഴുതിയിരിക്കുകയാണ്. Psalms 8:4 says, മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? I mean, people, you should know who you are. നീ അവനെ ദൈവത്തെക്കാൾ ഒരു അല്പം മാത്രം താഴ്ത്തി. You made him bit more lower than God. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. Amen. He has filled you with the crown and glory and honor. ആന്റി ജനിച്ചപ്പോഴേ കണ്ണാടി ഉണ്ടായിരുന്നോ? And did you have the specs when you was born? ഈ പാന്റ് ഇട്ടാന്നോ അങ്കിള് ജനിച്ചേ? Have you born with the pants? ഇവിടെ ഓർണമെന്റ്സ് ധരിക്കുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ ജനിച്ചതേ മാലയിട്ടാ വന്നേ? The people who might be putting the ornaments, are you been born with the ornaments? No, നഗ്നനായി വന്നു. You came naked. ശൂന്യനായി വന്നു. You came naked. എന്നാൽ ആഭരണങ്ങളും വസ്ത്രങ്ങളും നാം ധരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു മഹത്വം ഉണ്ടായി. When you start putting the pant and the ornaments and everything, we start getting some glory upon us. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ജന്മനാ ഉള്ളതല്ല. This is not because you are from birth. ഇത് നിങ്ങൾ അണിഞ്ഞിരിക്കുകയാണ്. You are wearing this. ഓ, ഡ്രസ് അണിഞ്ഞിരിക്കുകയാണ്. You are wearing the dress. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഊരിക്കളയാം. If you want, you can remove it. മറ്റൊരാൾക്ക് വേണമെങ്കിൽ ബലമായിട്ട് ഇത് ഊരിക്കളയാം. Somebody can remove it forcibly. പക്ഷെ അതുപോലെ നിന്റെ മൂക്ക് പറിച്ചു കളയാൻ ഒക്കില്ല കേട്ടോ. But like that, they cannot remove your nose. നിന്റെ ചെവി രാത്രി ഊരി, ഇനിയിപ്പോ രാത്രി ഒന്നും കേൾക്കാനില്ല, അതുകൊണ്ട് ചെവി ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് രാത്രി ചെവി ഊരി വെക്കുന്നവരൊന്ന് കൈ നോക്കിക്കേ. Night I have nothing to hear. Are you there somebody who removes the ear and keep in the fridge the night and morning you again put it back? ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നെ ചിലപ്പം എന്നോട് പറയും, പാസ്റ്റർ രാത്രിയിൽ ഞങ്ങൾക്ക് ഒന്നും കഴിക്കാനില്ലാത്തോണ്ട് പല്ലൂരി വെള്ളത്തിലിടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന്. You might say that like night we don't have anything to eat. There are some people who will remove their teeth and put in the water. അപ്പൊ വെച്ച പല്ലാണെങ്കിൽ ഊരി വെള്ളത്തിടാം അല്ലേ? I mean those temporary or artificial tooth you can put it back in the water. പക്ഷെ നിങ്ങളുടെ ഈ വായിലിരിക്കുന്ന വെച്ച പല്ലല്ല, ഇത് പെർമനന്റ് ആയിട്ട് ദൈവം തന്ന ജന്മനാ ഉള്ള പല്ലാണെങ്കിൽ ധൈര്യം ഉണ്ടോ രാത്രിയിൽ ഒന്നും കഴിക്കാനില്ലെന്ന് പറഞ്ഞ് ഊരി വെള്ളത്തിൽ ഇട്ടേച്ച് കിടക്കാൻ? The permanent tooth which God has given to you, do you ever got the courage to remove it and put in the water in the night? അപ്പൊ പല്ല് വെച്ചത് അത് ടെമ്പററി ആണ്. The tooth which was put in the mouth was temporary. അത് ഊരി വെക്കാവുന്നതാണ്. That can be removed and kept it. മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് God has made man with the dust of the earth. അവന് മഹത്വവും മാനവും ഒന്നുമില്ലായിരുന്നു. He was not having any glory and anything. മണ്ണാന്ന്. It's only the dust of the earth. പക്ഷേ ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയവനെ ദൈവം മകനാക്കാൻ തീരുമാനിച്ചു. Hallelujah. But God decided to make him the son who was made by the dust of the earth. ആദാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ആദാം കുഞ്ഞുഞ്ഞിന്റെ മകനെന്നല്ല, ആദാം ദൈവത്തിന്റെ മകൻ. Amen. Bible says Adam is not the son of Kunyungunya, but Adam is the son of God. എനിക്കൊരു സംശയം. I have a doubt. ദൈവം മണ്ണല്ല, ദൈവം ആത്മാവാണ്. God is spirit. പക്ഷെ മനുഷ്യനെ ദൈവം മണ്ണ് കൊണ്ടുണ്ടാക്കി. But God made man with the dust of the earth. ആത്മാവാകുന്ന ദൈവത്തിന്റെ മകനായിട്ട് എങ്ങനെ മണ്ണ് കൊണ്ടുള്ളവൻ മാറുന്നേ? I mean the God of spirit, I mean how can his son be made out of the dust of the earth? അപ്പം മണ്ണ് കൊണ്ടുണ്ടാക്കിയതല്ല മകൻ, അതവന്റെ ബോഡിയാണ്. മകനെ അകത്താ വെച്ചേ. Hallelujah. Hallelujah. I mean he was not made of just the mud, but in the real man was inside that mud, which was the spirit of the Lord. അപ്പൊ ആത്മാവിനെ വെച്ചപ്പോഴാ അവന് മഹത്വം വന്നത്. I mean moment he was breathed inside, he got the glory. അതെ മനസ്സിലാക്കി തന്നേച്ച് ഞാൻ പ്രാർത്ഥിക്കാം. I will make you understand. I'm going to pray. ഇന്ത്യയിൽ ആദ്യമായി മോദി ഗവൺമെന്റ് 2000 രൂപയുടെ നോട്ട് ഇറക്കി.
I mean, India Modi government has started with 2,000 rupees note. അതിന് 2000 രൂപയുടെ ഒരു മഹത്വം കിട്ടാൻ വേണ്ടി വലിയൊരു തടിയും കൊണ്ടല്ല 2000 രൂപ നോട്ട് ഉണ്ടാക്കിയത്. I mean, to get the glory, that note was not prepared with a big mighty wood. ഒരു സ്റ്റീലിന്റെ വലിയ കഷ്ണം എടുത്തിട്ടല്ല 2000 രൂപ എന്ന് പറഞ്ഞ് തോളെ വെച്ചുകൊണ്ട് നടക്കുന്നേ. I mean, he has not made that because of big steel and said this 2,000 rupees. മോദി ഗവൺമെന്റ് 2000 രൂപ ഉണ്ടാക്കാൻ വേണ്ടി കയ്യിലെടുത്തത് എന്നാന്നറിയാമോ? വെറും പേപ്പറാ. I mean, Modi government also has taken, the small paper to make 2,000 rupees note. കീറാനും കത്തിക്കാനും നനയ്ക്കാനും എല്ലാം കഴിയുന്ന നിസാരമായ പേപ്പറാണ് എടുത്തത്. I mean, he took the normal paper which can be torn, which can be lighted up, which can be torn apart. പക്ഷേ ഈ പേപ്പറിന് ഇത്രയും മഹത്വം വരാൻ കാര്യം എന്നാന്നറിയാവോ? You know why the paper got that glory? ഇന്ത്യ ഗവൺമെന്റ് ഒരു മുദ്രയിട്ടു. Hallelujah. Indian government has put a stamp onto that paper. ഈ മുദ്രയാണ് പരിശുദ്ധാത്മാവ്. And this seal is the Holy Spirit of God. പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ ആത്മാവ് കൊണ്ട് നമ്മളെ മുദ്രയിടാൻ പോകുകയാണ്. And the New Testament says he's going to put a stamp over you by the Holy Spirit of God. എല്ലാരും ഒന്ന് പറഞ്ഞ പേപ്പറിനല്ല വില, സീലിനാ വില എന്ന് പറ. Can you say there's no worth for the paper, but the worth is for the seal? സീൽ ഇല്ലെങ്കിൽ പേപ്പറിന് വാല്യൂ ഇല്ല. If there is no seal, there's no value for the paper. ഇന്ന് രാത്രി ആത്മാവിന്റെ മുദ്ര ധരിച്ച് നിന്റെ മേ വന്നാൽ, In tonight, if the glory stamp of God come upon to you, എന്നോട് ദൈവാത്മാവ് പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേത്ത് വരിക എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ മേൽ ഒരു കൈയൊപ്പ് വെക്കുകയാണ്. I mean, God is telling me, if Holy Spirit of God is coming unto you, God is signing on you. അതാണ് യോർദാന്റെ തീരത്ത് സംഭവിച്ചത്. That's what happened at the place of Jordan. ആത്മാവിനെ പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ മകനാണ്. When Jesus was baptized in Jordan, the heaven opened and the Holy Spirit came upon to him and said, he is my dear son. 30 വയസ്സ് വരെ ഭൂതങ്ങൾ ഇവനെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിലവിളിച്ചിട്ടില്ല. ഈ സൈൻ വന്നതോടുകൂടി, ഈ മുദ്ര വന്നതോടുകൂടി പിശാചുക്കൾ നിലവിളിക്കാൻ തുടങ്ങി. For 30 years nobody was afraid of Jesus Christ, but moment that sign came to him, the devil kingdom started shivering seeing him. ആശാരിയുടെ മകനെ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നല്ല പറഞ്ഞേ. They have not said the son of carpenter, don't do something for us. മറിയയുടെ മകനെ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നല്ല പറഞ്ഞത്. They have not said son of Maria, don't torment us. പള്ളിയിലുള്ളവരെല്ലാം പറയുന്നത് ഇവൻ മറിയയുടെ മകൻ അല്ലയോ? I mean, the church people said he is the son of Maria. ഇവനെ അറിയാവുന്നവരൊക്കെ പറയുന്നത് ഇവൻ മറിയയുടെ മകൻ അല്ലയോ? Everybody, those who knows, he says he's the son of Maria. പക്ഷേ ഭൂതങ്ങൾ ഒരിക്കലും മറിയയുടെ മോനെ എന്ന് വിളിച്ചിട്ടില്ല. But the devil has not called him son of Maria. ഭൂതങ്ങൾ നിലവിളിക്കുമ്പോഴെല്ലാം പറയുന്ന വാക്ക് എന്നാണെന്നറിയാമോ? You know how the devil, when they scream and they say, മഹാ ഉന്നതനായ ദൈവത്തിന്റെ പുത്ര. hallelujah, they say the glorious son of the glorious father. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? You know what the reason? പ്രാപിച്ചിരിക്കുന്നത് പീരത്വത്തിന്റെ ആത്മാവിനെ അല്ല. I mean, you have not received the spirit of weakness. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വന്തം പുത്രന്റെ ആത്മാവ്. You received the power to call you Abba Father. ഇന്ന് രാത്രി പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം പകരാൻ പോകുകയാണ്. I mean, God want to give the spirit of sonship unto you. ഇതാണ് ആദമിന് ലഭിച്ച മഹത്വം. And this is what God has given to Adam. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു വിഷയമുണ്ട്. There's a surprise that I got to know. മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യനെയും എല്ലാം ദൈവം നിലത്തുനിന്നാണ് നിർമ്മിച്ചേ. I mean, and the animals, the tree and the plant, everything God has created from the earth. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങള് ഇത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് 2 വാക്യങ്ങൾ വായിക്കാൻ പോവാം. I'm going to read 2 verses from the Bible. ഉൽപ്പത്തി 2:19 എടുത്തു നോക്കിക്കോ. Genesis 2:19, if you can turn your Bible. ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും യഹോവയായ ദൈവം നിലത്തു നിന്ന് നിർമ്മിച്ചു. Out of the ground the Lord God formed every beast of the field and every bird of the air. അപ്പോൾ മൃഗങ്ങളും പക്ഷികളും വന്നത് നിലത്തുനിന്ന് തന്നെയാണ്. I mean, the bird and the animals also came from the ground. അപ്പൊ നിങ്ങൾ പറയും, വാക്കുകൊണ്ടാണ് ഉണ്ടാക്കിയത് പാസ്റ്റർ. And you will say it has come out with the word. എടാ, വാക്കുകൊണ്ടായാലും ചാക്കുകൊണ്ടായാലും നിലത്തുനിന്ന് ഉണ്ടാക്കിയത്. I mean, it might be but the word or anything, but it has come from the ground. വാക്കുകൊണ്ടുണ്ടാക്കി, പക്ഷെ കമ്മിങ് ഫ്രം എർത്ത്.
Hallelujah. It has come down from the earth. ഇനി മനുഷ്യനെ എവിടുന്ന് കൊണ്ടുവന്ന ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്താന്നോ? I mean, how the man came, Adam, he has not come from England. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നാന്നോ? He has not come from heaven. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നല്ല. He has not come from heaven. 2:7 വായിച്ചു നോക്ക്. You can read 2:7. ഒരു വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. Genesis 2:7. നിന്റെ നഷ്ടപ്പെട്ട മഹത്വം ഇന്ന് രാത്രി തിരിച്ചു വരാൻ പോവാ. Whatever glory you lost, you are going to get tonight. ഒന്നുകിൽ നിന്റെ മേലൊരു സീൽ ഇന്ന് രാത്രി വീഴും. Tonight God is going to put a seal upon to you. ഇല്ലേ ശത്രു മറച്ച സീൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ വൈപ്പ് ഔട്ട് ചെയ്ത് ഒന്നുകൂടെ നിന്നെ പ്രകാശിപ്പിക്കാൻ പോകുകയാണ്. And the enemy who has put a seal upon you, God is going to remove that and God is going to show forth his light upon to you. 2:7 എടുത്ത് നോക്ക് നിങ്ങള്. You read that word. And the Lord God formed man of the dust of the ground. മനുഷ്യനെ ദൈവം നിലത്തുനിന്നാ നിർമ്മിച്ചേ. Amen. God has created man from the ground. Dust of the ground. Dust of the ground. നിലത്തുനിന്നാ വന്നേ. He has come from the ground. കാരണം മനുഷ്യരും മൃഗങ്ങളും എല്ലാം നിലത്തുനിന്ന് തന്നെയാ വന്നേക്കുന്നേ. There is no wrong because everything has come from the ground. അപ്പൊ ഞാനൊരു ചോദ്യം ദൈവത്തോട് ചോദിച്ചു. I asked a question to God. മനുഷ്യനും നിലത്തുനിന്നാ വന്നേ, മൃഗങ്ങളും നിലത്തുനിന്നാ വന്നേ. Men also came from the dust of the earth and even the animals came from the dust of the earth. പക്ഷേ മനുഷ്യന് മാത്രം എങ്ങനെ മകനാകാൻ കഴിഞ്ഞു? And how come only man could only become the son? മലയാളികൾക്ക് വേണ്ടി മാത്രം ഞാൻ അത് വേണേ പറയാം. For Malayali I can tell this. പോത്തിനില്ലാത്തത് പോത്തച്ഛൻ്റെ അകത്തുണ്ട്. പാവ ഇംഗ്ലീഷുകാർക്ക് പിടിയിട്ടില്ല. പോത്തിനില്ലാത്തത് പോത്തച്ഛൻ്റെ അകത്തുണ്ട്. Those is not in the bull, but the pottachan is there. Hallelujah. Hallelujah. ദൈവം മനുഷ്യന്റെ മാത്രം മൂക്കിലൂതി. I mean, God only breathed into the nostrils of the man. ഞാനൊക്കെ ഒരു കാലത്ത് ചിന്തിച്ചിരുന്നത് ശ്വാസം വലിക്കാനുള്ള ആ സിസ്റ്റം ഓണാകാൻ വേണ്ടി ഊതി എന്നാ ഞാൻ വിചാരിച്ചേ. Many times I was thinking that to get the breathing system in, God has breathed onto that man. ആരെന്നെങ്കിൽ പൂച്ചയുടെയും പട്ടിയുടെയും പശുവിന്റെ എല്ലാം മൂക്കിപ്പോയി ഊതി കൊടുക്കണമായിരുന്നു. If it is so, God has to go to all the animals and he would have breathed in. മനുഷ്യനെ മാത്രം ഊതിയത് മൃഗങ്ങൾക്കില്ലാത്ത ഒന്ന് മനുഷ്യന്റെ അകത്ത് ഊതിക്കയറ്റുകയായിരുന്നു. Hallelujah. What is not an animal, my God has breathed that into the human. ഇത് വന്നപ്പോ യോഹന്നാൻ പറയുന്നത് എന്നറിയാമോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് ഇവന്റെ അകത്തിരിപ്പുണ്ട്. I mean, in the book of 1 John, I mean, Bible says that those who are born of God will not sin because the seed of God is inside him. ദൈവം ആത്മാവാണ്. God is spirit. ദൈവം ആത്മാവാണ്. God is spirit. മണ്ണുകൊണ്ടുള്ള മനുഷ്യന്റെ മൂക്കിലേക്ക് ദൈവം ഊതിയപ്പോൾ സെക്കറിയ പ്രവാചകൻ പറയുന്നു, ആകാശത്തെ വിരിച്ചു, ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിച്ച യഹോവ. Hallelujah. God has created man from the dust and breathed in. Book of Zechariah says he has created, he spread the heaven and everything, but to man he breathed in the spirit. അപ്പോൾ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു ശാരീരിക ബന്ധമേ അല്ല, അതൊരു ആത്മബന്ധം മാത്രമാണ്. Man and God is not just a bodily relationship but a spiritual relationship. മൃഗങ്ങളെയും പക്ഷികളെയും ദൈവം തന്നെ നിർമ്മിച്ചതാണെങ്കിലും ദൈവവും മൃഗങ്ങളുമായി ഒരു ബന്ധമില്ല. I mean, even though God created the animals and the bird, but God is not having a fellowship with them. പക്ഷേ മനുഷ്യനുമായിട്ടാണ് ദൈവത്തിന് ബന്ധം. I mean, God has got the power relationship with the human. തോട്ടത്തിനകത്ത് വന്നിട്ട് പോത്തെവിടെ എന്നല്ല ചോദിച്ചത്, ആദമിനെയാണ് എനിക്ക് കാണേണ്ടത്. I mean, inside the garden he has not come and called an animal name, but he says, Adam, where are you? തോട്ടത്തിൽ വന്നിട്ട് ആന എവിടെ, സിംഹം എവിടെ, പുലി എവിടെ എന്ന് ചോദിച്ച് നടക്കുകയല്ല. ദൈവത്തിന് ഒറ്റ ഒരാളെ കണ്ടാ മതി, എന്റെ ആദം എവിടെ. I mean, inside the garden he has not come and asked for elephant or lion or giraffe or something. He only want to see the one created by, where are you, Adam? ഇന്നും യേശു ലോകത്തിൽ അന്വേഷിക്കുന്നത് കാണാതെ പോയ ആടിനെയാണ്. I mean, today also God is looking out for the lost sheep in this world. മഹത്വം നഷ്ടപ്പെട്ടിട്ട് ഒളിച്ചിരിക്കുന്ന ആടിനെ അന്വേഷിച്ചാണ് ഇന്ന് രാത്രി യേശു ഇതിനകത്ത് വന്നിരിക്കുന്നത്. Tonight also God has come to looking out for the lost sheep in this meeting. ആദമേ നീ എവിടെ? I mean, God is asking Adam, where are you? ആദമേ നീ എവിടെ? Adam, where are you? ഇന്ന് രാത്രി യേശു വിളിക്കുകയാണ്. Jesus calling you. കാണാതെ പോയതിനെ അവൻ തിരഞ്ഞ് രക്ഷിക്കാൻ വരികയാണ്. I mean, those who are lost, God is coming back to bring them back to God again. കേവലം മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യൻ, I mean, only with the sand, the dust of this earth. പക്ഷേ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം പറയാണ്,
ദൈവം അവനെ സൃഷ്ടിച്ചത് ദൈവത്തെക്കാൾ ഒരല്പം താഴെ. The psalmist says God has created him just little lower than God. എന്ന് പറഞ്ഞാൽ ദൈവമല്ല, പക്ഷെ ദൈവം കഴിഞ്ഞ പിന്നെ മനുഷ്യനായിരുന്നു. I mean, it's not that God, but after God is human. അപ്പൊ നിങ്ങൾ പറയും, പാസ്റ്റർ നിങ്ങൾ പറയുന്ന തെറ്റാണ്, ദൈവം കഴിഞ്ഞ് ദൂതൻ, ദൂതൻ കഴിഞ്ഞാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഖണ്ഡിക്കും. I mean, if you say, no, pastor, you are wrong. It is God. After God, it is the angel. I mean, then I will cut that word. മനുഷ്യന് ഒരു ഡീപ് പ്രൊമോഷൻ കിട്ടിയപ്പോൾ ഏഞ്ചലിന് ഒരു പ്രൊമോഷൻ കിട്ടി. When God depromoted man, angels was promoted. ഇത് നിങ്ങൾക്ക് മനസ്സിലാകണേ, ഒറ്റ വാക്യം ഞാൻ പറഞ്ഞാൽ മതി. If you want to understand this clearly, I'll read one verse. ഈ രാത്രി നീ രക്ഷിക്കപ്പെടാൻ തയ്യാറായാൽ ദൂതൻ നിന്റെ സേവകാത്മാവ് മാത്രമായിരിക്കും. I mean, moment you accept Jesus as a personal savior this evening, the angels will be your, servants for you. അവർ നിങ്ങളെ കൈകളിൽ വഹിക്കുന്നവരാണ്. He is the one who takes care of you. നിങ്ങൾക്ക് വേണമെങ്കിൽ പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. If you want to learn about Patros, you'll get to know one thing. ഞങ്ങളുടെ അവിടുത്തെ ജില്ലാ കളക്ടർ കാറിൽ ഒരു സ്ഥലത്തേക്ക് വന്നാൽ അദ്ദേഹം തന്നെ ഡോർ തുറക്കാറില്ല. I mean, if the Jilla collector come to a place, he's not opening the door by himself. പോലീസ് ഉദ്യോഗസ്ഥര് വന്നിട്ട് ഡോർ തുറന്നിട്ട് പറയും, സാർ ഇറങ്ങുന്ന സാർ. The police will come and open the door and say, sir, please come out. കളക്ടർ ഡോർ തുറക്കാറില്ല. Collector will not open the door. ഷെയ്ഖ് വണ്ടിയുടെ ഡോർ തുറക്കാറില്ല. Sheikh will not open the door of the car. സെക്യൂരിറ്റികൾ വന്നിട്ട് തുറക്കും. Security will open the door. നിങ്ങൾ കണ്ടോ, പത്രോസിന് വേണ്ടി കാറിന്റെ ഡോർ അല്ല, പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ ദൂതൻ തുറന്നിട്ട് പറയാണ്, പോകണം സാർ, പോകണം പോകണം. Hallelujah. You see how God did for Peter. The angel of God came down and he opened the door of the jail and said, sir, you please go out. ഈ ഹോളിലെ AC ഇച്ചിരി കുറയ്ക്കണം, ചുമ്മാ അല്ല മരവിച്ചിരിക്കുന്ന ഓരോരുത്തന്മാർ. I say you should reduce the AC. Furthermore, that's why you're sitting still. അവൻ മീൻ പിടിച്ച് നടക്കുമ്പോൾ ഈ മഹത്വമില്ല. When he was walking as a fisherman, this glory was not unto പക്ഷെ Peter. പുത്രത്വത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോ, When the sonship power came about to him, ദൂതന്മാർ അവൻ എസ്കോർട്ട് ചെയ്യാൻ തുടങ്ങി. hallelujah, angel of God came down to move him out of the jail. ഒരു ദിവസം രാത്രിയിൽ ഒരു ദൂതൻ വന്ന് ജയിലിന്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട് പറയണം, സാർ പോയി പള്ളി പ്രസംഗിക്കോ. One night the angel of God came and said, open the door and said, sir, you come out and you go and preach in the church. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ചിലർക്ക് ഈ പട്ടണത്തിൽ വാതിലുകൾ ദൂതൻ തുറന്നു തരാൻ പോകുകയാണ്. God is telling me for someone God is going to open the doors. The angels is going to open the doors for you. മനുഷ്യരല്ല തുറക്കാൻ പോകുന്നത്, ഞാൻ നിനക്ക് മുൻപായി എന്റെ ദൂതനെ അയക്കാൻ പോകുകയാണ്. God is telling me angels are going to open the door for you, not by any man. യേശുക്രിസ്തു ഒരു മരുഭൂമിയിൽ ഇരുന്നു കൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. Jesus is sitting down and say, praying to God. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പിതാവായ ദൈവം ഒരു ഡിക്ലറേഷൻ നടത്തി. And before the prayer, Jesus declared something. ഇവൻ യോസേപ്പിന്റെ മകനല്ല, ഇവൻ എന്റെ മകനാണ്. Before that, he has declared he is not the son of Joseph, he is my son. പിന്നെ എഴുതിയിരിക്കുകയാണ്, ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. And then you see the angel of God came to serve Jesus Christ in the wilderness. ഇന്ന് രാത്രി മുതൽ ദൂതന്മാരുടെ ശുശ്രൂഷ നിനക്ക് ലഭിച്ചു തുടങ്ങാൻ പോകുകയാണ്. But tonight you are going to receive the angelic visitation and serving. ദൂതന്മാരുടെ ശുശ്രൂഷ ലഭിക്കാൻ പോകുകയാണ്. You are going to receive the angelic visitation and serving. വിശ്വസിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? How many of you believe this tonight? നിന്റെ മഹത്വം പോയത് കൊണ്ട് ദൂതൻ നിന്നെ ഉപേക്ഷിച്ചു പോയത്. Because you lost the glory, the angel have gone from you. പാപം ചെയ്ത് മഹത്വം പോയപ്പോഴോ ദൈവം പോലും ഉപേക്ഷിച്ചു പോയത്. When you did sin and you lost the glory, God even left you and went away. പരിശുദ്ധാത്മാവ് നിന്റെ മേത്ത് വന്നു കഴിഞ്ഞാൽ ദൈവവും യേശുക്രിസ്തുവും ദൂതന്മാരും പരിശുദ്ധാത്മാവെല്ലാം നിന്റെ കൂടെ ചലിക്കാൻ പോകുകയാണ്. If the Holy Spirit of God is coming upon to you, God the Father, God the Son and the Holy Spirit and even the angels are going to walk with you. മഹത്വം ധരിച്ചു തരാൻ പോകുകയാണ്. God is going to give you the glory to you. ദൂതന്റെ ശുശ്രൂഷ തുടങ്ങാൻ പോകുകയാണ്. The angelic work is going to happen in your life. തിരിച്ചു മഹത്വം തരാനാ വിളിച്ചത്. God is called you to give the glory back to you. ഒരിക്കൽ പിതാവ് തോട്ടത്തിൽ വന്നത് മഹത്വം എടുത്തു കളയാനാണ്. One time God came to the garden to remove the glory from you. പാപം ചെയ്തെന്നറിഞ്ഞപ്പോൾ ദൈവം ആ തോട്ടത്തിൽ വന്ന് മനുഷ്യനെ അവന്റെ പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. When he did sin, God came to the garden and removed the glory and suspended him from the garden. എന്നാൽ പുത്രനെ അയച്ചത് അവരെ അടുത്ത് വിളിച്ച് ചിലത് പകരുവാനാണ്. Hallelujah.
Hallelujah. When God came back to this world, He called you to give something back to you again. മഹത്വം പിതാവ് എടുത്തു കളഞ്ഞെങ്കിൽ പുത്രൻ മൂലം ആ മഹത്വം തിരിച്ചു തരാൻ പോകുകയാണ്. I mean, if God has removed the glory through Son Jesus Christ, you are going to receive the glory again. അതുകൊണ്ടാ പറഞ്ഞ പാപത്തെ ഉപേക്ഷിക്കൂ. And that's why God says, please get rid of your sin. മാനസാന്തരപ്പെടൂ. Repent to God. പാപങ്ങളെ കഴുകിക്കളയുക. Wash your sins. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. Then the Holy Spirit will come upon to you. അപ്പോൾ നിങ്ങൾക്ക് പവർ ലഭിക്കും. And then you'll receive the power of God. അപ്പോൾ നിങ്ങൾക്ക് പവർ ലഭിക്കും. You will receive the power of God. ശിംശോന്റെ കൂട്ട് പട്ടണത്തിന്റെ വാതിൽ പിഴുതെടുക്കുന്ന പവർ അല്ല. Not like Simpson, you will remove the pillar of that place. അധരത്തിനാണ് അധികാരം. You will receive the power on your tongue. ഈ രാജ്യത്തെ ഷെയ്ക്കിന് കൈക്കാണോ അധികാരം, വായിക്കാണോ അധികാരം? The ruler of this country has got power in his hand or his mouth. അറക്കം തൂങ്ങാതെ വല്ലതും പറയാൻ നോക്ക്. വീട്ടിൽ പോണം. ഈ രാജ്യത്തെ രാജാവിന് കൈക്കാണോ പവർ അതോ വായിക്കാണോ? ആണോ? Amen. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിലെ രാജാക്കന്മാർക്ക് കൈക്കല്ല അധികാരം. I mean, so you are the kingdom people and you don't have power in the hand, but you have power in the mouth. എന്റെ വായിക്കകത്താ ഇന്ന് രാത്രി അധികാരം. Tonight the power is in your hands. അതാ പറഞ്ഞത്, ശിംശോൻ കൈകൊണ്ട് പില്ലർ ഒടിക്കുമ്പോൾ പൗലോസ് വാ കൊണ്ട് അടിത്തറ ഇളക്കും. That's why I told that when Simpson removed with the pillar with his hand, I mean, Paul prayed and moved the foundation of the jail. പൗലോസിന്റെ കാല് കെട്ടി വെച്ചിരിക്കുകയാണ്. Paul was in the chains. കൈ കെട്ടി വെച്ചിരിക്കുകയാണ്. His hand were chained. പൊട്ടന്മാർക്ക് അറിയത്തില്ല ഇവന്റെ വായ കെട്ടേണ്ടിയെന്ന്. I mean, they don't know that there's a put a stamp on their mouth. അവന്റെ വായിക്കായിരുന്നു ക്ലിപ്പ് ഇടേണ്ടത്. They should put clip onto their mouth. അതുകൊണ്ട് ആ പൊട്ടാ നിന്റെ വായിക്ക് ക്ലിപ്പ് ഇട്ടിരിക്കുന്നേ പിശാച്. ഇത് പറയട്ടെ, മലയാളിക്കുള്ള ഞാൻ കൊടുത്തേ. എടാ മണ്ടാ, നിന്റെ വായിക്ക് ക്ലിപ്പ് ഇട്ടതാടാ. നീ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് നിന്റെ വിലാപങ്ങളെ അവൻ നൃത്തമാക്കിയത് ഇനി മൗനമായിരിക്കാനല്ല, വാ തുറന്ന് വല്ലതൊക്കെ പറയാനാ. God has anointed you, not that you shut your mouth and stay in one place, but to reveal the glory of God, opening your mouth and giving glory to God. അവര് പ്രാർത്ഥിച്ചിട്ട് പാടി സ്തുതിച്ച് തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകാൻ തുടങ്ങി. When they started praising God, singing to God, that point of time the foundation of the prison was shaken. സാത്താൻ അറിയാം, നീ ആത്മാവിൽ വാ തുറന്നാൽ ഇവിടുത്തെ പല ഫൗണ്ടേഷനുകളും തകർന്നു പോകുമെന്ന്. And Satan knows that if you start praising in the tongues and opening your mouth, many foundation and stronghold of this nation will be broken in the name of Jesus. ഇന്ന് രാത്രി വായ തുറക്കണം. Can you open your mouth this evening? ഒരു കള്ളൻ ക്രൂശിൽ കിടന്ന് സ്നാനപ്പെട്ടിട്ടല്ല അവൻ സ്വർഗത്തിൽ പോയത്, വാ തുറന്നപ്പോൾ അവൻ പർദീസയിലെത്തി. I mean, the person on the side of the cross has not taken baptism, but moment you open his mouth, he was taken to the paradise. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലെന്ന്. I am not saying something made by myself. ഇവിടെ യെശയ്യാവ് പ്രവചനം 11 യേശു ക്രിസ്തുവിന്റെ മേൽ ഈ ആത്മാവ് വരുന്നത് യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പേ പറയുകയാണ് പൗലോസ്. യെശയ്യാവ് Before the birth of Jesus Christ, 700 years before, in the book of Isaiah 11, Isaiah prophesies about the power of God coming onto Jesus. ഈശായുടെ കുറ്റിയിൽ നിന്നൊരു മുള വരും. From the roots of Isaiah, there will be a person coming in. അവൻ UK പോയി പഠിക്കുമെന്നല്ല. It's not mentioned he will go to UK to study. അവൻ കുമ്പനാട്ടിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്യുമെന്നല്ല. It's not he will get a graduation from Kumbanat. അവൻ കാനഡയിൽ നിന്ന് PhD എടുക്കുമെന്നല്ല. Not he'll get a PhD from Canada. അവന്റെ മേത്തൊരാത്മാവ് ആവസിക്കും. Hallelujah. Over him the Holy Spirit will come upon to him. അടുത്ത വാക്യം എന്നാന്നറിയാമോ? You know what the next word? വീട്ടിൽ ചെന്ന് നോക്കി ഒരു ഹോംവർക്ക് തരികയാണ്. I'm giving you homework to go back to home. ഇന്ന് രാത്രി KFC തിന്നിട്ട് പോയി ഉറങ്ങരുത്. ഇന്ന് രാത്രി വേദപുസ്തകത്തിനകത്ത് പോയി ഇരുന്ന് നോക്കണം. ഈ രാത്രിയില് I mean, tonight you don't go eat KFC and sit at home, but go back to the Bible and see what God is telling. യഹോവയുടെ ആത്മാവ് യേശുവിന്റെ മേൽ ആവസിച്ച് കഴിയുമ്പോൾ, I mean, when the power of God come upon to Jesus Christ, യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പറയാണ് യേശു ഒരു കന്യകയിൽ ജനിക്കും. before the birth of Jesus, Isaiah prophesied that he will be born out of a virgin. തീർന്നില്ല, അവന്റെ മേലൊരു ആത്മാവ് ആവസിക്കും. He said that power is going to come upon to him. പക്ഷെ അതിന്റെ 4-ാം വാക്യം എന്താ എഴുതിയേക്കെന്ന് അറിയാമോ? You know what the verse 4 says? അവന്റെ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും.
I mean, verse 4 says, by the power of his mouth, he will smite on this earth. അവന്റെ മേത്തൊരാത്മാവ് വരും. I mean, a power will come upon his body. ഞാൻ ചോദിക്കട്ടെ, പോലീസുകാർക്കെല്ലാം ഒറ്റ യൂണിഫോം അല്ലേ? Police needs the uniform. ഒരാൾക്ക് നീല, ഒരാൾക്ക് പച്ച, ഒരാൾക്ക് മഞ്ഞ വന്നു. I mean, if the uniform is in different colors, യൂണിഫോം ഇട്ട് ഒരു പോലീസുകാരൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം വണ്ടി നിർത്താൻ. ഉടനെ നിനക്ക് വണ്ണമില്ലല്ലോടാ, നീ കറുത്തതാന്നല്ലോടാ, നിന്നെ കാണുമ്പോ എന്തിനാടാ ഞാൻ വണ്ടി നിർത്തുന്നേ എന്നാരും ചോദിക്കത്തില്ല. അവർ വണ്ണം നോക്കിയില്ല, വിദ്യാഭ്യാസം നോക്കിയില്ല, സൗന്ദര്യം നോക്കിയില്ല, ആ യൂണിഫോം നോക്കിയിട്ടാ നിർത്തുന്നേ. hallelujah. When the police officer asks you to stop the car driver will not ask that you are not lean, you're lean, you are dark, you're not tall. I mean, so I'm not going to stop the car, but seeing the uniform, he is going to stop the car. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒറ്റ ആത്മാവിനെ തന്നത്. That's why God gave the same spirit to every one of you. ഇതൊരു യൂണിഫോമാണ്. I mean, this is a uniform in the name of Jesus. യേശു കർത്താവ് ഫയർഫോഴ്സിന് ഫോൺ ചെയ്യുകയല്ല. God is not calling the fire force. ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമത്തിൽ യേശുവിന്റെ കൈക്കായിരുന്നു കൂടുതൽ പവറെങ്കിൽ തിരമാല വരുമ്പോ എങ്ങനെ പിടിച്ചു നിർത്തിയേനെ? If the power of God was in the hands of Jesus Christ or in the New Testament hand, then I'm asking you, how will stop the tide when it comes? കാറ്റ് വരുമ്പോ എങ്ങനെ പിടിക്കുന്നേ? How is going to hold the wind? പക്ഷേ യേശു കർത്താവ് കാറ്റിനെ പിടിക്കാൻ പോയില്ല. അടങ്ങ് കാറ്റേ. I mean, God didn't go forward to hold the wind, but he says, stop you wind. നിങ്ങൾക്കും എനിക്കും പോരാട്ടമുള്ളത് കൈകൊണ്ട് പിടിക്കാവുന്ന ജഡരക്തങ്ങളോടല്ല, അദൃശ്യ ശക്തികളോടാണ്. ഇവിടെ കൈക്കല്ല അധികാരം വേണ്ടത്, അധരത്തിനാണ്. കൊറോണയോട് കൽപ്പിക്കാനുള്ള അധികാരം, എന്റെ ശരീരത്തിൽ കയറരുതെന്ന് പറയാനുള്ള ഒരു അധികാരം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. I mean, let me tell you, you don't need the power in the hand, but rather you should have the power in your mouth to control the principalities of the darkness. Hallelujah. So you command and corona will leave, and you have the power in the name of Jesus. ഞാനിത് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? You know why I'm telling this, you know? ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ ശിംശോൻ തന്റെ വിവാഹത്തിന്റെ എൻഗേജ്മെന്റിന് വേണ്ടി അപ്പനെ അമ്മയും കൂട്ടിക്കൊണ്ട് പാലസ്തീനിലേക്ക്. In the book of Judges, I mean, Simpson is going to Palestine to go for his marriage with his parents. അപ്പോൾ ഒരു സിംഹം, ബാലസിംഹം അവന്റെ നേരെ വന്നു. And that point of time, a lion came upon to him. ആ സിംഹത്തോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാത്തില്ല. കല്യാണത്തിന് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞ ഒക്കത്തില്ല. If you tell that lion that I'm going to go for marriage, please stop. He'll not listen to that. ആടിനറിയാം അങ്ങാടി എന്ന് പറഞ്ഞാൽ. സമയം പോയി. സിംഹത്തോട് അടങ്ങിയിരിക്കണം എന്നല്ല പറഞ്ഞേ. See, he has not told the lion to be calm. ബ്രദർ, എന്റെ വിവാഹത്തിന്റെ ദിവസമാണ്, മറ്റൊരു ദിവസം വരൂ എന്ന് പറയാൻ ഒക്കത്തില്ല. He didn't say, brother, my marriage is there, you come another day. He never said. അവൻ അതിനെ വലിച്ചു. Here he tore that lion apart. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. But let me tell you one thing this evening. ശിംശോന്റെ യാത്രയെ തടയാൻ നോക്കിയത് സിംഹം. I mean, Simpson's journey was to be blocked by the lion. പക്ഷെ നിന്റെ നാട്ടിലേക്കുള്ള യാത്ര തടയുന്നത് സിംഹമല്ല, ആ പന്ന കൊറോണ നിന്റെ മൂക്കി കയറിയിരിക്കുമല്ലയോ. പിടികിട്ടിയില്ല ഇവർക്ക്. പിടികിട്ടി വരുമ്പത്തേന് സമയം തീരും. Your journey to India has been stopped not by the lion. The corona has stopped that journey of yours. ഒരു സൂക്ഷ്മജീവിയായ കൊറോണ ഇന്ന് രാത്രി നോക്കിയാൽ നാളത്തെ എന്റെ ട്രാവലിംഗ് ബ്ലോക്ക്. A small corona can make your travel block. PCR കൊടുത്തിട്ട് നിൽക്കുക. I am given for PCR. 11 മണിക്ക് അറിയാം കൊറോണ വിടുവോ ഇല്ലയോ. 11 o'clock I'll get to know if corona will leave me or not. ശിംശോനെ കൈ കാണിച്ചത് സിംഹമാണ്. സ്റ്റോപ്പ്. Simpson was stopped by the lion. ലയൺ ആയതുകൊണ്ട് ശിംശോൻ കീറിക്കളഞ്ഞു. Because lion Simpson tore apart. സാറേ, നിന്റെ മൂക്കി ഇരിക്കുന്ന കൊറോണയെ പിടിക്കാൻ നിന്റെ കൈ കയറുവോ മൂക്കിനകത്ത്? The corona is inside you. Can you hold it? നിനക്ക് ഇതിനെ എങ്ങനെ ജയിക്കാൻ പറ്റും? How you will overcome this? പിശാച് എന്ന് പറയണം. Get rid of me, Satan. തുമ്മുന്ന കാര്യമല്ല പറഞ്ഞേ, ശാസിക്കുന്ന കാര്യം പറഞ്ഞേ. I'm not talking about sneezing, but about, commanding. സുഹൃത്തെ, നിന്റെ ഒരു യാത്രയെ തടയാൻ ഒരു സൂക്ഷ്മ അണുവിന് പറ്റും. Your journey can be blocked by a small virus. ഇതിനെ കൈകൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല.
പറ്റില്ല. You cannot do something with your hand. പക്ഷെ നിന്റെ വചനം കൊണ്ട് കൈകാര്യം ചെയ്യാം. But by the word of God, you can handle it in the name of Jesus. ഇന്ന് രാത്രി കൽപ്പിക്കാനുള്ള അധികാരമാ വേണ്ടത്. You need to have the command to say from your mouth. ഈ രാത്രി വായ്ക്കകത്ത് അധികാരം തരാൻ പോകുകയാണ്. And tonight God is going to give you power in your mouth. നീ പറഞ്ഞ മലകൾ നീങ്ങാൻ പോകുകയാണ്. I mean, when you say the mountain is going to remove. നീ പറഞ്ഞ കാട്ടത്തി മാറാൻ പോകുകയാണ്. And when you say that the mountain is going to go from you. പിന്നാന്നോ കാറ്റ് മാറാത്തത്. And if so, why the wind will not go from you. കാറ്റിനെ കൈകൊണ്ട് പിടിക്കാൻ കഴിയില്ല. I mean, you cannot hold the wind with your hand. പക്ഷെ വാ കൊണ്ട് പിടിക്കാമെന്ന് പറ. But you can hold, say with your mouth. അവൻ വാ കൊണ്ട് കൽപ്പിക്കുകയാണ്. And he was commanding with his mouth. കാറ്റേ അടങ്ങ്. He says, wind come down. കടലേ ശാന്തമാകുക. I mean, cool down the sea. എപ്പോഴാ ഈ അധികാരം നിന്റെ മേൽ വെളിപ്പെടുന്നേ? When is that power coming unto you? യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ താമസിച്ചു കഴിയുമ്പോൾ, when the power of God is upon to you. എലീശ പറയാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, നിന്റെ മേൽ ആവസിക്കുന്ന ആത്മാവ് എന്റെ മേൽ ആവസിച്ചാൽ എന്റെ അടിമതി യോർദാൻ രണ്ടാകാൻ. Elisa doesn't want anything from him. Hallelujah. He said, your power should come upon to me, and in one I mean, this towel I will depart that sea. കണ്ടോ, പഴയ നിയമത്തിൽ യഹോവയുടെ ആത്മാവ് എലീശയുടെ മേൽ വന്നപ്പോഴും യോർദാനെ കടന്നു പോകാൻ കൈകൊണ്ട് അടിക്കണമായിരുന്നു. I mean, even though in the Old Testament, when the power of God came up to Elisa, he has to use his towel or to beat the sea. എന്നാൽ എന്റെ യേശു കടലിനെ ശാന്തമാക്കി മുന്നോട്ട് പോകാൻ അവന്റെ പുതപ്പ് കൊണ്ട് അടിച്ചില്ല, അവൻ വാ കൊണ്ട് ഭൂമിയെ അടിക്കുകയാണ്. Hallelujah. He didn't use the dress of his or towel of his to command the sea, but he used his mouth to command the sea and made the storm still. ആദമിന് എപ്പോഴാ മഹത്വം പോയത്? When Adam lost the glory. ഈ നല്ല ആത്മാവിനെ ദൈവം എടുത്തു മാറ്റി. The good spirit God removed from him. നിങ്ങൾ പറ, ആടിനെ തീറ്റി നടന്ന ആ ദരിദ്രനായ ദാവീദിന് എപ്പോഴാ അധികാരം വന്നത്? ഒരു അഭിഷേകം വീണ പിന്നാണ്. I mean, you know, when David got that power, when the anointing came upon to him. എന്നാൽ ദാവീദിനെ ദൈവം പിടിച്ചു എന്നറിഞ്ഞപ്പോൾ, നാഥാൻ മുഖാന്തരം താൻ പിടിക്കപ്പെട്ടെന്നറിഞ്ഞപ്പോൾ, എന്റെ രാജസ്ഥാനത്തു നിന്ന് എന്നെ മാറ്റരുതെന്നല്ല, എന്നിൽ നിന്ന് അങ്ങയുടെ നല്ല ആത്മാവിനെ തിരികെ എടുക്കരുതേ. I mean, when Nathan was holding David, he never said, don't remove me from the kingship. He said, Father God, don't remove the spirit from me. ഞാൻ ഇന്ന് രാത്രി എന്റെ വാക്ക് അവസാനിപ്പിക്കാൻ പോവുകയാണ്. I'm going to stop my words this evening. ജോലി എനിക്ക് പോകരുതേ എന്നല്ല പ്രാർത്ഥിക്കണ്ടേ. You should not pray that, Lord, I should not lose my job. നിന്റെ ആത്മാവ് എന്നിൽ ഇരിക്കുന്നിടത്തോളം എന്റെ ജോലിയെ തൊടാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും കഴിയില്ല. Till the time the Spirit of Lord is inside me, no power can come and remove me from my job. യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ പട്ടാളക്കാർ വന്നപ്പോൾ യേശുവിനോട് ചോദിച്ചു, ആരാടാ യേശു? യേശു വളരെ ശാന്തമായി പറഞ്ഞു, ഞാനാകുന്നു. I mean, when the soldiers came to arrest Jesus Christ, I mean, they asked, who is Jesus? With a calm mind, he said, I am Jesus. അറസ്റ്റ് ചെയ്യാൻ വന്നവനെല്ലാം തെറിച്ച് താഴെ പോയി. I mean, those who came to us, they all fell down. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. കരണ്ട് കമ്പിയെ പണിയുന്നതിന് മുമ്പേ പീസ് ഊരി വെക്കണമടാ പൊട്ടാന്ന യേശു പറഞ്ഞു. Before you work on the high power line, you need to remove the fuse, is what Jesus Christ said. സാത്താൻ ഏതിന് കയറി വന്നത് ആദാമിന്റെ പീസ് ഊരാനായിരുന്നു. The Satan came to remove the piece of that Adam. അതോടുകൂടി സാത്താന് മനുഷ്യനെ തൊടാൻ കഴിഞ്ഞു. From then Satan was able to touch that human. എന്നാൽ ആത്മാവിന്റെ നിറവിൽ അവൻ നിൽക്കുമ്പോൾ സകല മൃഗങ്ങളും അവന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് മണപ്പിച്ചു പോലും നോക്കിയിട്ടില്ല. Hallelujah. When Adam was filled with the power of God, when he was naming them, none of the animal came near to him and neither smelled him. എന്നാൽ യേശു പള്ളിയിൽ ചെന്നപ്പോൾ സാത്താൻ ഒരു തള്ളയുടെ മണ്ടക്കിരുന്ന് വണ്ടി കളിക്കുന്ന കണ്ടത്. I mean, when Jesus Christ came to the church, he saw that Satan was going around this hill. സാത്താൻ വന്ന് ഒരു സ്ത്രീയുടെ മണ്ടക്കിരിക്കുകയാണ്, മുകളിലിരിക്കുകയാണ്. I mean, the Satan came upon the lady. നോക്കിയേ, ഇന്ന് രാത്രിയിലത്തെ അവസ്ഥ എന്താ? നിങ്ങളുടെയൊക്കെ മൂക്കിനകത്ത്, എത്ര പേരുടെ മൂക്കിനകത്ത് കൊറോണ ഇരിപ്പുണ്ടെന്ന് നാളെ PCR ടെസ്റ്റ് നോക്കി അറിയാം. How many of you know that, like how many of you got COVID? If you do the PCR test, you'll get to know.
ഇന്ന് രാത്രി ഒരു മഹത്വം ദൈവം തരാൻ പോകുകയാണ്. Tonight God is going to give him glory. നീ പറഞ്ഞ ചിലത് സംഭവിക്കാൻ പോകുകയാണ്. When you speak, something is going to happen. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേ വന്നു കഴിയുമ്പോൾ, When the Spirit of God come upon to you. ഞാൻ സമയമില്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞോട്ടെ, നാളെ ഞാൻ പോവുകയാണ്. This time is not, just want to say one more word. എനിക്ക് ദൈവം ഒരു വലിയ വെളിപ്പാട് ഈ കൊറോണ കാലത്ത് തന്നു. God gave me a big revelation in the time of Corona. എന്നോട് ദൈവം ചോദിച്ചു, മോനെ, യേശു കർത്താവ് ചോദിക്കുകയാണ്, കുഞ്ഞെ, ഞാൻ പറഞ്ഞപ്പോൾ കാറ്റനുസരിച്ചു, കടലനുസരിച്ചു, എന്തുകൊണ്ടാന്ന് എന്നോട് ചോദിച്ചു. I mean, just ask me in the time of Corona, when I said to the sea and the wind to stop, it obeyed my command. ഞാൻ പറഞ്ഞു, നീ ദൈവമായതുകൊണ്ടാന്ന് പറഞ്ഞു. I said, because you are God. അപ്പൊ എന്നോട് ചോദിച്ചു, God said, യോശുവ സൂര്യനോട് നിൽക്കാൻ പറഞ്ഞപ്പം സൂര്യൻ നിന്നത് അവൻ ദൈവമായതുകൊണ്ടാണോടാന്ന്. God asked me when Joshua commanded the sun and moon to stop, is it because he is God? അവരെങ്ങനാണ് സിംഹത്തിന്റെ വായ അടച്ചത്? How they shut the mouth of the lion? അവരെങ്ങനാണ് ഈ അത്ഭുതമൊക്കെ ചെയ്തെന്ന് ചോദിച്ചു. God asked me how they did all the miracles. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. I said, I don't know. എന്നോട് പറഞ്ഞു, പുറപ്പാട് 4:22 നീ പഠിക്കാൻ പറഞ്ഞു. God said, you read Exodus 4:22. ഫറവോന് ഒരു ടെലഗ്രാം വന്നു. Pharaoh got a telegram. മോശയാണ് ഈ ടെലഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. Moses bought the telegram. ഫറവോനോട് പറയാണ്, He's saying to Pharaoh, നിനക്കിനി ഇവിടെ കട്ടയുണ്ടാക്കി ബാത്റൂം പണിയണേ, ബംഗാളി നാളിനെ ഇറക്കിക്കോണം, ഇതെന്റെ പുത്രന്മാരാണ്. he gave the telegram and said that, like, if you want to do some work over there, you can bring some from Bengal. They are my children. കാരണം അവന്മാരവിടെ കട്ടയുണ്ടാക്കുമായിരുന്നില്ല. You know, Israel was doing that work as a laborer over there. ദൈവം ഒരു ഡിക്ലെയർ ഒരു ടെലഗ്രാം സന്ദേശം കൊടുത്തു. God sent a telegram to Pharaoh through Moses. ഇസ്രായേൽ എന്റെ പുത്രനാണ്, Israel is my son. എന്റെ ആദ്യജാതനാണ്, He is my firstborn. എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ അവരെ വിട്ടില്ലെങ്കിൽ നിന്റെ ആദ്യജാതനെ ഞാൻ തട്ടും. If you don't send them to do my work, I will destroy your firstborn. ഫറവോന്റെ അടുക്ക വന്ന ഈ ടെലഗ്രാം സന്ദേശം ഇസ്രായേൽ കേൾക്കുകയാണ്. This telegram message, Israel is listening to that. അവർ തമ്മി പറയാണ്, They are saying to each other, നമ്മൾ ഇവിടെ കട്ടയുണ്ടാക്കേണ്ടവരല്ല. they are saying we are not supposed to be here doing the things. ദൈവം പറയുന്നത് നമ്മൾ അവന്റെ മക്കളാണ്. God is telling that we are his firstborn. ഈ ശബ്ദം കേട്ടതോടുകൂടി നമ്മളെ പോലുള്ള അഭിഷേകം ഒന്നും പ്രാപിച്ചില്ലേലും അവർ മക്കളാന്നറിഞ്ഞപ്പോ അപ്പൻ ഉണ്ടാക്കിയ സൂര്യനോട് പറയാ, നിക്കടാ അവിടെ നിന്ന്. I mean, when he got to know that we are the children, I mean, God who created the sun, he says, son, you stop there. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല, പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. I mean, if you can't believe it, Paul is clarifying it very clearly. റോമർ 9:4 കിടപ്പുണ്ട്. You can read Romans 9:4. അവർ ഇസ്രായേല്യർ, I mean, Israel. പുത്രത്വവും തേജസ്സും ലഭിച്ചവർ. Who are Israel? To whom pertain the adoption? സൺഷിപ്പിന്റെ ഗ്ലോറിയിൽ നടന്നവർ. I mean, they were walking in the glory of the sonship. സൺഷിപ്പിന്റെ ഗ്ലോറിയിൽ നടന്നവർ. They were walking in the glory of the sonship. ഞാൻ ചോദിക്കട്ടെ, മിസ്രൈമിൽ കട്ട ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുമ്പോ ഇവർക്ക് ഈ മഹത്വം ഉണ്ടായിരുന്നെങ്കിൽ ഫറവോനെ കുനിച്ച് നിർത്തി അവനെ കൊണ്ട് കട്ട ഉണ്ടാക്കിച്ചേനെ. If they had that power of sonship, that point of time, they would have made Pharaoh to bend down and they would have made him to do the work. പക്ഷേ ഇവന്റെ കാതുകളിൽ ഒരു ശബ്ദം കേട്ടു. But he's hearing one voice in his ears. ഇനി നിങ്ങൾ ഫറവോന്റെ അടിമകളല്ല. You are not the slaves of Pharaoh. എന്റെ പുത്രന്മാരാണ്. You are the sons for me. ഈ ശബ്ദം അവർക്ക് മഹത്വത്തെ കൊണ്ടുവന്നു. If this voice has brought the glory to them, ഇതാണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. this thing is happening in the life of Jesus Christ. പത്രോസിന്റെ ലേഖനത്തിൽ ഇത് വീട്ടിൽ പോയി കണ്ടുപിടിച്ച് വായിച്ചോ. ഞാൻ നിർത്തുക. I'm stopping here. You can go to the book of 1 Peter and read from there. അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ഒരു ടെലഗ്രാം വന്നു. ഇവൻ ആശാരിച്ചെറുക്കനല്ല, ഇവൻ എന്റെ പ്രിയ മകനാണെന്ന്. അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ഒരു വാക്ക് വന്നപ്പോൾ അവന് ദൈവത്താൽ മാനവും തേജസ്സും ലഭിച്ചു. I mean, he got a telegram from heaven that he is my own dear son, and that point of time glory and power came upon to Jesus Christ. ഇത് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും വേണ്ട. To understand this is nothing to be worried. ഏലിയാസ് ഇന്ത്യയിലേക്ക് ചെന്നപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവുകയാണ്.
Elias Pastor went to Trivandrum airport and walking. അവിടെ വലിയൊരു മൈതാനിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And that place in the Maidan, Modi is preaching. വർഷങ്ങൾക്ക് ശേഷം എലിയാസ് പാസ്റ്റർ ഇന്ത്യ വന്നപ്പോൾ മോദിയെ ഒന്ന് അടുത്ത് കാണാമല്ലോ എന്ന് ഓർത്ത് ആ സ്റ്റേജിന്റെ സൈഡിൽ പോയി നിന്നു. And after long he's coming to India, he's just standing near the stage to see Modi. ഉടനെ മോദി വിളിച്ചു പറയാണ്, മിസ്റ്റർ എലിയാസ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. And Modi is telling, Mr. Elias is my good friend. ഞാൻ UAE പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് When I go to UAE, I come to his place. എന്ന് പറഞ്ഞിട്ട് മോദി ഊരിക്കൊടുത്ത കോട്ടാണ് ഇട്ടിരിക്കുന്നത്. By saying that he's the coat weird by him is from കാരണം ആ ടൈപ്പ് കോട്ടാണ് ഞങ്ങളുടെ മോദിക്കുള്ളത്. because that type coat Modi has. ഇത്രയും പറഞ്ഞിട്ട് കോട്ട് ഊരി എലിയാസ് പാസ്റ്ററിന്റെ മേൽ ഇടുകയാണെങ്കിൽ, If after saying this, if he remove his coat and put on to Elias Pastor. ഇന്ത്യയിലുള്ളവർ ഒന്നടങ്കം ചോദിക്കും, ഇവൻ ആരാ? Hallelujah. Everybody in India will ask, who is this person? ഇതാണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. This happened in the life of Jesus Christ. ഇവൻ എന്റെ മകനാണ്. He is my dear son. അവൻ തന്റെ ആത്മാവിനെ എടുത്ത് യേശുവിന്റെ മേൽ വെച്ചു. He gave his own spirit up to Jesus Christ. ആ നിമിഷം മുതൽ അവരുടെ നടുവിൽ ഒരു മഹത്വം യേശുവിന് വന്നു. From then in his midst a glory came up to Jesus Christ. ഇത് തന്നെയാണ് ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നത്. And tonight same thing is going to happen for you all. ഇവിടുത്തെ റൂളർമാരല്ല നിന്നെ നോക്കി ഇത് പറയുന്നത്. ആത്മാവ് താനും നിന്റെ ആത്മാവിനെ നോക്കിയിട്ട് പറയാണ്, നീ മകനാണ്. The ruler is not telling anything to you, but my spirit and the God spirit is looking at you and saying, you are the sons of God. എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. I know you are not understanding this. യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവ് എന്താ ചെയ്തത്? You know what God did to glorify Jesus Christ? അനേകരുടെ നടുവിൽ യേശു നിൽക്കുമ്പോൾ പിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്, he is my son. I mean, midst of that people, when you're taking baptism, he's confirming that he is my dear son. ഇന്ന് അശുദ്ധാത്മാക്കളും ഭൂതപ്രേത പിശാചുക്കളും ലൂസിഫറും നിൽക്കുമ്പോൾ ദൈവാത്മാ പറയാണ്, ഇവൻ ദൈവത്തിന്റെ മകനാണ്. I mean, midst of the Lucifer and the people around, he's saying he's the son of God. നിങ്ങൾക്ക് മനുഷ്യരുടെ സാക്ഷ്യമാണോ വേണ്ടത്? ആത്മാവിന്റെ സാക്ഷ്യമാണോ വേണ്ടത്? You want the testimony from the man or you want the testimony from the Holy Spirit of God? എല്ലാവരും പറ, മനുഷ്യൻ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ആത്മാവ് എന്നെ കുറിച്ച് പറയുന്നു, നീ മകനാണ്. I mean, whatever people are telling, the Holy Spirit of God is telling me, you are my dear son. വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാണ്? How many believe this evening? നീ നടന്നു പോകുമ്പോൾ നിന്റെ മുമ്പിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നത്, ഇവൻ മകനാണ്. When you walk forward, God is saying, you are my dear son. ഇത് വിശ്വസിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയാൽ ഭൂതങ്ങൾ നിനക്ക് വഴി മാറാൻ പോകുകയാണ്. If you believe, then walk forward, the devil is going to give way to you. എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും പിടികിട്ടിയിട്ടില്ലെന്ന്. I know many of you didn't understand this. യേശുവിനെ മഹത്വപ്പെടുത്താൻ പിതാവ് എന്താ ചെയ്തതെന്ന് അറിയാമോ? You know what God did to glorify Jesus Christ? ഞാൻ പറയട്ടെ, Let me tell you. ദുബൈയിലെ ഇവിടുത്തെ റൂളർ എന്നെ നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇവ എന്റെ സ്നേഹിതനാണ്. I mean, the ruler can just tell me, look at me and say, he is my dear friend. പിന്നെ എനിക്ക് ഇവിടെ ബസ് ടിക്കറ്റ് എടുക്കണ്ട. After that, I don't have to take any ticket in the bus. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, തണുപ്പ് പിടിച്ചാണ്. ഷെയ്ക്ക് പറയാണ് ഇതെന്റെ ഫ്രണ്ടാന്ന്. If he says he's my friend, പിന്നെ എനിക്ക് റെസ്റ്റോറന്റിൽ പൈസ കൊടുക്കണ്ട. then I don't know to pay any money in the restaurant. റൂളർ എന്നെ കുറിച്ച് പറയാണ്, ഇതെന്റെ ഫ്രണ്ടാണ്. Ruler says he's my friend. ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ ഇത്രയും മഹത്വം ഉണ്ട്. മകനാന്ന് പറഞ്ഞാലും Jesus. When you say the friend has got that much, hallelujah, think that if he says my son, what kind of glory he will carry. ദുബൈ ഷെയ്ക്ക് ദുബൈ പട്ടണത്തിൽ കൂടെ നടന്നിട്ട് പറയാണ്, ഇതെന്റെ മകനാണ്. If the ruler of the country moves and says, he is my dear son, what it will be? മുഴുവൻ പോലീസും സല്യൂട്ട് ചെയ്യും. Every police salute to you. എന്റെ ദൈവം വിളിച്ചു പറഞ്ഞു, ഇതെന്റെ മകനാണ്. I mean, God said that he is my dear son. സംശയിക്കണ്ട, അവൻ തന്റെ ആത്മാവിനെ യേശുവിന്റെ മേൽ വെച്ചു. I mean, he has put the power unto Jesus Christ. ഓ രാജാവ് തന്റെ ചെങ്കോൽ മകന്റെ കൊടുക്കുകയാണ്. I mean, he has king the victor to God. ഇനി നീയാണ് റൂളർ. You are the ruler. രാജാവ് ഭരണം നടത്തുന്നത് ചെങ്കോല് കൊണ്ടാണ്. I mean, God, the king is using his
his spectre to rule. അല്ലെങ്കിൽ അവന്റെ മോതിരം കൊണ്ടാണ്. From his ring set. ഓ ദൈവം തന്റെ മകന്റെ മേൽ ആ മോതിരം ഇടുകയാണ്. I mean, God is putting his signet ring onto that person. അധികാരത്തിന്റെ മോതിരം ദൈവം യേശുവിന്റെ മേൽ ഇടുകയാണ്. I mean, God is giving the power, authority, the signet ring onto hands of Jesus. ദൈവം ഡിക്ലെയർ ചെയ്യാണ്, ഇവൻ എന്റെ മകനാണ്. God is declaring he is my dear son. അവന്റെ കയ്യിലേക്ക് അധികാരത്തിന്റെ ചെങ്കോല് കൊടുക്കുകയാണ്. God is giving the spectre into his hand. കാരണം ദൈവം സൈന്യത്താലല്ല ശക്തിയാലല്ല തന്റെ ആത്മാവ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. Not by power and might, but by Holy Spirit of God. ഈ ചെങ്കോൽ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. This spectre will be given by God. ഇവനാണ് ഇനി റൂളർ. He is the ruler. ഇവനാണ് സകലത്തിന്റെ അധികാരി. He is the rule for everything. ഞാൻ പിതാവിനോട് ചോദിക്കാൻ പോകുകയാണ്. I'm going to ask the Father. ഈ ആത്മാവിനെ നിങ്ങളുടെ പകരാൻ പോകുകയാണ്. This power I'm going to give it to you. പിതാവ് എനിക്ക് തന്ന മഹത്വത്തെ The same glory which God given to me. ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുകയാണ്. I'm giving it to you. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. Wherever I'm sitting, I will make you sit. ഞാൻ സിംഹാസനത്തിലാണെങ്കിൽ നിങ്ങൾ സിംഹാസനത്തിലാണ്. If I'm on the throne, you are on the throne. ഞാൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേക്കും. If I risen back, you will also rise back. ഞാൻ സ്വർഗാരോഹണം ചെയ്തെങ്കിൽ നിങ്ങൾ സ്വർഗാരോഹണം ചെയ്യും. If I resurrected up and gone to heaven, you will also come that way. ഞാനൊരു വെളിപ്പാടോട് പറയട്ടെ. Let me tell you revelation. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗാരോഹണം ചെയ്തില്ലേ? Jesus Christ was buried, he was risen back, and he went to heaven. ഇനിയും രണ്ടാമതും വരുമെന്നല്ലേ എല്ലാരും പറയുന്നത്? Everybody is saying he's going to come back again. അങ്ങനെയാണ് ഞാനൊരു റെവലേഷൻ പറയാം. I want to tell you a revelation. ഇപ്പൊ ദൈവം പറയുന്നതാ, Now God is telling me, നീ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് സ്വർഗാരോഹണം ചെയ്യും. you will raise up from dead, you will go to heaven. പക്ഷെ ഭൂമിയെ ഭരിക്കാൻ നീ രണ്ടാമതും വരും. You will come back to rule this earth. ജീസസ്, Hallelujah. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയിട്ട് രണ്ടാമത് വരുമെങ്കിൽ നീ ഈ ഭൂമിയെ ഭരിക്കാൻ 1000 ആണ്ട് വാഴാൻ രണ്ടാമത് വരാൻ പോകുകയാണ്. I mean, if Jesus went up to heaven and he is going to come back again, let me tell you, after your death, you are going to raise back and you are going to come back again to rule the land for 1000 years with Jesus. കാരണം സകലത്തിലും നീ പുത്രനോട് അനുരൂപനാണ്. Because you are similar to Jesus Christ in everything. നിന്നെ യേശുവിനെ പോലെ ആക്കാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. And God the Father wants you to be like Jesus Christ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ജയിച്ചു ചെന്നപ്പോൾ എന്റെ ദൈവം എന്നെ ഇരുത്തിയിരിക്കുന്നത് അവന്റെ സിംഹാസനത്തിലാണ്. നിങ്ങൾ ജയിച്ചു വരുമ്പോൾ, മരണത്തെ ജയിച്ചു കയറി വരുമ്പോൾ, ലോകത്തെ ജയിച്ചു കയറി വരുമ്പോൾ, സാത്താനെ ജയിച്ചു കയറി വരുമ്പോൾ, പാപത്തെ ജയിച്ചു കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കാൻ ഞാൻ സിംഹാസനം ഇട്ടിട്ടുണ്ട്. Jesus said that when he was resurrected back, God has given a throne for him to sit. And when you overcome your sin, when you overcome your lust, when you overcome your death, you will also be in the heavenly place with Jesus Christ. നിങ്ങൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് പറയാൻ ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരും? How many of you can say that is with confidence that you are going to come back the same way he has gone? എന്റെ യേശു, ഞാൻ ദൈവസന്നിധി സത്യമായിട്ടും പറയട്ടെ, എന്റെ 20 വർഷത്തെ പ്രഭാഷണത്തിനിടയ്ക്ക് ഞാൻ ഇന്ന് വരെ പറയാത്തൊരു വെളിപ്പാട് പറയാനായിട്ട് ദൈവാത്മാ പറയുന്നു. യേശു ചങ്കൂറ്റത്തോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മരിച്ചിട്ട് പോകും, പക്ഷെ പോകുന്ന പോലെ മടങ്ങി വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ മരിച്ചു പോയാലോ മടങ്ങി വന്ന് ഭൂമിയെ വാഴും? Hallelujah. In my 20 years of experience, I've never studied Revelation. Let me tell you, Jesus Christ went back to heaven after death. He told he's going to come back. How many of you are going to say that even if I die and go back, I am going to come back to rule this world? How many of you can say confidently? യേശു രാജാവായി മടങ്ങി വരാൻ പോകുകയാണ്. Jesus is going to come back as the King of Kings, the Lord of Lords. ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളെ ഭരിക്കുമ്പോൾ നിങ്ങൾ എന്റെ ഇടത്തും വലത്തും ഇരിക്കാൻ പോകുകയാണ്. When I'm going to rule the people of Israel, you are going to sit next to me. എല്ലാവരും പറയാം, എന്റെ മഹത്വം വരാൻ പോകുകയാണ്. Say, let God is going to give the glory to you. ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ തൊടാൻ പോകുകയാണ്. God is going to touch you this evening. ഈ രാത്രി ദൈവാത്മാവ് പറയാണ്, നീ മകനാണ്. God is telling that you are their son. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇനിയും പേടിക്കരുത്. And as I Paul said, don't be afraid. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പിന്നെയും ഭയപ്പെടേണ്ടതിന്. And be afraid again. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, I have not taken the spirit of sonship. ഞാൻ പ്രാപിച്ചിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. I have received the spirit of sonship. ഇന്ന് രാത്രി നീ ഒരു വാക്ക് പറഞ്ഞാൽ അത്ഭുതം നടക്കാൻ പോവാ. Tonight if you say one word, you're going to see the glory of God. എനിക്കറിയാം നിങ്ങൾക്ക് സംശയം മാത്രമേ ഹൃദയത്തിലുള്ളൂ. I know that you have still got doubts in your heart. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന തിരമാല പോലെയാണ്. Bible says those who doubt are like the wind which moves around. എന്നാൽ വിശ്വസിക്കുന്നവരാൽ ചില അടയാളങ്ങൾ നടക്കും.
And Bible says those who believe, they will get the glory of God. ഒന്ന് പറഞ്ഞ്, സംശയിക്കുന്നവൻ പാറിപ്പോകുന്ന മേഘം പോലെയാ, പക്ഷെ വിശ്വസിക്കുന്നവൻ ചില അടയാളങ്ങൾ ചെയ്യും. Hallelujah. Those who don't believe, they are like the cloud which gets away. But those who believe, they'll do some signs and wonders in the name of Jesus. എത്ര പേര് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ ദൈവത്തിന്റെ മകനാണ്? How many believe that you are sons of God? ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞോട്ടെ, വിശദീകരിക്കത്തില്ല, ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ. I will take one more word and then go to stop. ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥന അന്ത്യോക്യയിൽ നടന്നു. Like this, a fasting prayer happening in Antioch. പരിശുദ്ധാത്മാവ് പറഞ്ഞു പൗലോസിനോട്, God said, Holy Spirit God said to Paul, ഇവനെ നമുക്ക് UK അയക്കണമെന്നല്ല, God had not said, I'm going to send him to UK. ഇവന് ഞാനൊരു 4-വീലർ കൊടുക്കുമെന്നല്ല, Not that I'm going to give a 4-wheeler. ഇവന് ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് ലൈസൻസ് കൊടുക്കുക, ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പോവാന്നല്ല. Not that I'm going to give a driving license to him. നമ്മുടെയൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് UK പോകുന്നത് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ആലോചന. In a fasting prayer, most of us we pray for driving license, car, and going to UK. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നാ പറഞ്ഞെന്നറിയോ? You know what Holy Spirit God said? ഇവനെ വിളിച്ചിരിക്കുന്നത് വേലയ്ക്കാണ്, ചില വേലകൾ ചെയ്യാനാണ്. God has said that He has called for some work. അതിനായിട്ട് വേർതിരിക്കുക. I mean, separate yourself for that. വേലകൾ ചെയ്യാനായിട്ട്. To do the work of God. അപ്പസ്തോല പ്രസംഗമല്ല, അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ. I mean, not the message of apostle, but the deeds of apostle. പരിശുദ്ധാത്മാവ് പറഞ്ഞ അവരുടെ മേൽ കൈവെക്കുക. I mean, God said, I'm going to spend a spirit upon to you. ആ അധ്യായത്തിനകത്ത് ഒരു വലിയ സംഭവം കിടപ്പുണ്ട്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. In that verse, there's a big thing I'm going to say. ദേശത്തിന്റെ അധിപതിയുടെ മുമ്പിൽ പൗലോസ് പ്രസംഗിക്കുകയാണ്. In front of the dominion power of the world, he's preaching. അവിടുത്തെ റൂളർക്കല്ലയോ മെയിൻ അധികാരം? The ruler has the main power. അദ്ദേഹമല്ലേ കൽപ്പിക്കണ്ടേ? He has to command. പക്ഷെ റൂളറിന്റെ മുമ്പിൽ പൗലോസ് പ്രസംഗിക്കുകയാണ്. In front of the ruler, Paul is preaching. എലിമാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രശ്നം ഉണ്ടാക്കി. Elymas has did some problem. റൂളർ കൽപ്പിക്കുന്നതിന് മുമ്പേ പൗലോസ് കൽപ്പിച്ചു. Before the ruler was commanding, Paul commanded. ഈ വേദോസം വായിക്കാതെ എന്നെ എന്തിന് ഇരുന്ന് തുറിച്ചു നോക്കുന്നേ? With reading the Bible, why are you looking at me? റൂളറുടെ മുമ്പിൽ പൗലോസ് പ്രസംഗിക്കുകയാണ്. In front of ruler, Paul is preaching. അവിടെ എലിമാസ് എന്ന് പറയുന്ന ഒരാൾ പ്രശ്നം ഉണ്ടാക്കി. Elymas created some problem over there. പെട്ടെന്ന് പൗലോസ് ആത്മാവ് നിറഞ്ഞവനായി. Same time, Paul was filled with the power of God. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇനി നിന്റെ കണ്ണ് കാണത്തില്ല. He said only one word, your eyes will not be seen. കർത്താവിന്റെ കൈ നിന്റെ മേൽ വരാൻ പോവാ. God's hand is going to come upon to you. ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ. Only one word Paul said. റൂളറേക്കാൾ ഒരു അധികാരം പൗലോസിന്റെ മേൽ. More than the power of a ruler, God gave the power unto Paul. ആർക്കാണ് ഇവിടെ ശരിക്കും അധികാരം? Who has got the power here truly? ആഹാബ് പറഞ്ഞ മഴ പെയ്യത്തില്ല, പക്ഷെ ആത്മാവുള്ള ഏലിയാവ് പറഞ്ഞ മഴ പെയ്യും. If Ahab tells the rain will not come, but those are filled with the Spirit, if Elijah says rain will come. ഈ രാത്രി ഒരു ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. Tonight a power is going to come upon to you. പരിശുദ്ധാത്മാവ് നിന്റെ മേത്ത് വരുമ്പോൾ power of God will come upon to you. നിനക്ക് ശക്തി ലഭിക്കാൻ പോവുകയാണ്. You will get the power. എനിക്ക് പവർ ലഭിക്കാൻ പോവാന്ന് പറഞ്ഞു. You are going to get the power say this evening. എനിക്കൊരു അധികാരം കിട്ടാൻ പോവാന്നൊന്ന് പറഞ്ഞു. You are going to get an authority. ഈ ഉപവാസം അധികാരം തരാനാണ്. This fasting is for you to get the authority. മർക്കോസ് 3:14 അധികാരം ഉണ്ടാകുവാൻ. Mark 3:14 to receive the power. അവൻ തന്റെ കൂടെ ഇരിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടാകേണ്ടതിനും ബോധിച്ചവരെ അടുത്ത് വിളിച്ചു. To give power and authority over things, he called on people whom he liked. ഈ ഉപവാസം ഒരു അധികാരത്തിന്റെ കൈമാറ്റത്തിന് വേണ്ടിയാണ്. This fasting prayer to give you an authority for God has called you. യേശുവിന്റെ ജനം ഭൂമിയെ വാഴണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God wants his children to rule this world. അവർ ഭൂമിയെ വാഴുന്നു. They are dominating the world. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ഭൂമിയെ വാഴണമെന്നാണ്. Those who are born and bought up by the blood of Jesus Christ, redeemed by the power of Jesus, they are ruling the world. എല്ലാവരും പറ, കൊറോണയല്ല ഭൂമിയെ വാഴുന്നത്, ഇനിയും തൊട്ട് സഭയാണ് വാഴാൻ പോകുന്നത്. You say not corona is going to rule the world, but the body of Christ is going to rule the world. കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിക്കോ. Clap your hands and give glory to God. ചാടി എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Stand up in your place and start worship the Lord. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for you. ഇന്ന് രാത്രി വന്നതുപോലെ അല്ല നീ പോകുന്നത്. The same way you're not going to move. ഒരു കാറ്റ് നിന്റെ മേൽ ഊതാൻ പോകുകയാണ്. God is going to send a wind upon you. മർക്കോസിന്റെ വീടിനകത്ത് ഒരു കാറ്റ് ഊതി കഴിഞ്ഞപ്പോൾ the wind which came out of Mark's house, പത്രോസിന്റെ മേൽ ഒരു അധികാരം വെളിപ്പെടുകയാണ്. and authority came to Peter. അത് ചെറിയൊരു അധികാരമല്ല.
പവറല്ല. It's not ordinary power. അടക്കുവാൻ കിടത്തിയിരിക്കുന്ന ദാവീദിനോട് നടക്കാൻ പറഞ്ഞിട്ട് നടന്നു വന്ന സബീറെ അവൻ അടക്കുന്ന അധികാരം. Hallelujah. The power which came out to Peter was not ordinary. He said, Tabitha, rise up and walk. That power has come to Peter on the marked room. അടക്കാൻ കിടത്തിയവനെ നടത്തിയിട്ട് നടന്നു വന്നതിനെ അടക്കുന്ന ഒരധികാരം. Hallelujah. In the power by God which he received, he made the person to walk, and those who came walking, he made them to die. ദൈവാത്മാവോട് പറയുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഇനി സ്വർഗ്ഗത്തിൽ വഴിയാൻ പോകുകയാണ്. God is telling me what you untie on earth, in heaven is going to untie. എത്ര പേർക്ക് ഈ അധികാരം ആവശ്യമുണ്ട്? How many want this power? രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. Lift both of your hands. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ We പോകുകയാണ്. are going to pray for you. എന്റെ യേശുവാ പറഞ്ഞത്, My Jesus said, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേത്ത് വന്നാൽ if Holy Spirit come upon you, നിങ്ങൾ പവർ ലഭിച്ചവരായി തീരും. you will receive the power. നിങ്ങൾ അതോറിറ്റി ഉള്ളവരായി തീരും. You will have the authority. ആഹാബ് രാജാവിനില്ലാത്തൊരധികാരം ഏലിയാവിനുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേലൊരു അധികാരം വരാൻ പോകുകയാണ്. If that authority is not with Ahab, if God has given to Elijah, God wants to give it to you as well. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒരു മിനിറ്റ് ആരാധിച്ചാട്ടെ. Clap your hands and worship the Lord this evening. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. Worship the Lord. ആത്മാവിൽ ഒന്ന് ശക്തിപ്പെട്ടാട്ടെ. Open your mouth and start praising God. പൗലോസിന്റെ മേൽ എപ്പോഴാ അധികാരം വന്നത്? And God, the power of God. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. When the power of God came upon him, your ഈ power. ദിവസങ്ങളിൽ ആത്മാവിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. And filled with the power of God, you pray. ആത്മ നിറവിനായി പ്രാർത്ഥിക്കുക. You pray for the power of the Holy Spirit ആത്മ of God. നിറവിനായി പ്രാർത്ഥിക്കുക. Filled for the Holy Spirit of God. ഈ ലോകത്തിൽ ഇല്ലാത്തൊരു അധികാരം, I mean the power which God has given to you alone. റൂളർക്കില്ലാത്തൊരു അധികാരം, The power which not get ruler. ദേശാധിപതിക്കില്ലാത്തൊരു അധികാരം The power not a demon praise. പൗലോസിന്റെ വായിക്കകത്തുണ്ട്. The power is given to Paul's mouth. പൗലോസ് ഒരു വാക്ക് പറഞ്ഞാൽ മതി. If Paul says one word, ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു മനുഷ്യൻ ചെല്ലുകയാണ്. I mean a person is going to King Ahab. നീ പറഞ്ഞാ മഴ പെയ്യത്തില്ല, പക്ഷെ ഞാൻ പറഞ്ഞാ മഴ പെയ്യും. Elijah says, if you tell rain will not come, but if I say rain will come. എനിക്ക് കൊട്ടാരമില്ലായിരിക്കാം, സിംഹാസനമില്ലായിരിക്കാം, പക്ഷെ എനിക്ക് ആത്മാവുണ്ട്. I mean Elijah says, I don't have a palace, I don't have a throne, but I have got the power of Jesus. ഇത് തന്നെ യേശുവും പറഞ്ഞത്. Same thing Jesus said. എനിക്ക് കുതിരവണ്ടിയില്ല. I mean he says, I don't have a bullock cart. എന്തിനാ ഒത്തിരി പറയുന്നേ? Why what to say? മനുഷ്യപുത്രന് തലയായിക്കാൻ പോലും ഇടവില്ല. There is no space for him to lie down. പക്ഷെ ഞാൻ പറഞ്ഞാൽ കാറ്റനുസരിക്കും. But if I say the wind will be controlled, നിനക്കൊന്നുമില്ലായിരിക്കാം. you don't have anything. നിന്റെ പേഴ്സ് ശൂന്യമായിരിക്കാം. Your purse must be empty. ജോലി നഷ്ടപ്പെട്ട് നിൽക്കുകയായിരിക്കാം. You might have lost your job. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ മേത്ത് വന്നാൽ If God's power come up to you നീ tonight, പറയുന്നത് പോലെ നടക്കാൻ പോകുകയാണ്. whatever you say is going to happen. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. I mean clap your hands and glorify ഒരു തീ God. നിന്റെ മേൽ കത്താൻ പോകുകയാണ്. A fire is going to come upon to you. ഒരു അഭിഷേകം നിന്നെ തൊടാൻ പോകുകയാണ്. A fire is going to come upon to you. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Clap your might and power. എനിക്ക് ആത്മാവിൽ കാണാം ചിലരെ ദൈവാത്മാവ് തൊടുകയാണ്. God is saying somebody of you. ചിലരുടെ മേൽ അധികാരം കൈമാറുകയാണ്. God is giving authority over you. അന്ത്യോക്യയിലെ സഭയിലെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് അധികാരം കൈകാര്യം ചെയ്തു. In the place of Antioch, God has given them the power in the place of Antioch. ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇവനൊരു കൈമാറ്റം കൂടെ. In the fasting prayer, God said, I mean impart something onto him. ഇവരുടെ മേൽ കൈവെക്കുക. And God says, lay your hands onto them. പൗലോസ് പറയാണ് എന്റെ കൈവെപ്പ് വെറുതെ അല്ല. Paul says, my laying of hand is no ordinary. നിന്റെ മേൽ കൃപാവരങ്ങളെ കൊണ്ടുവരും. My laying of hand will enlighten the grace upon to you. നീ അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്. Don't see this lightly. നീ അതിനെ ജ്വലിപ്പിക്കണം. You should enlighten it. നീ പമ്മിയിരിക്കരുത്. You should not say. നിനക്കെതിരെ എലിമാസ് എഴുന്നേൽക്കുമ്പോൾ നീ പമ്മിയിരിക്കരുത്. നീ ജ്വലിപ്പിക്കണം. When any man stand against you, you should not be standing out, but you should come in power. യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. I mean, John was the light. നീ ഇന്ന് രാത്രി ജ്വലിപ്പിക്കണം. നിന്റെ You should enlighten yourself. നിന്റെ അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. You are enlightened, lighten up. ഏലിയാവിനെ പോലെ കൽപ്പിക്കണം. You should command like Elijah. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചാട്ടെ. Can you lift up both of your hands? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. We are going to pray for you. നിന്നെ ഇനി ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയല. Nobody can hold you back. പൗലോസിനെ അങ്ങ് ഒതുക്കാമെന്നാ വിചാരിച്ചേ. They decided to defeat Paul. അവിടുത്തെ ദേശാധിപതിയോടുള്ള സ്വാധീനവും അധികാരങ്ങളും ബന്ധവും പണവും ഉപയോഗിച്ച് പാവപ്പെട്ട ഉപദേശിമാരെ ഒതുക്കാമെന്നാ വിചാരിച്ചേ.
I mean, using the power of that ruler and the demonic world, they wanted to, destroy the power of Paul. പക്ഷേ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവനെ ഒതുക്കാൻ ആർക്കും പറ്റിയല്ല. But those who are filled by the power of God, no demonic power can stop them. ജോസഫിനെ ഒതുക്കാൻ സഹോദരന്മാർക്ക് കഴിയത്തില്ല. Nobody can stop Joseph. His friends and brothers cannot stop Joseph. പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് കഴിയുകയില്ല. The wife of Potiphar cannot. കാരണം അവൻ ആത്മാവുള്ളവനാണ്. Because he is the man of spirit. എല്ലാവരും പറ ആത്മാവുള്ളവനെ ഒതുക്കാനൊക്കത്തില്ലെന്ന്. Tell everybody, those who are in the spirit, nobody can destroy you. നിന്റെ സ്വാധീനം കൊണ്ട് ഒതുക്കാനൊക്കത്തില്ല. Nobody can destroy you. നിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒതുക്കാനൊക്കത്തില്ല. Because of your relationship, you cannot be stopped. നിന്റെ അധികാരം ഉപയോഗിച്ച് ഒതുക്കാനൊക്കത്തില്ല. Because of the power, nobody can stop you. കാരണം അത് യേശു തെളിയിച്ചു. Because God has proven it. ദൈവാത്മാവുള്ളവനെ കല്ലറയ്ക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല. Those who are filled with the Spirit of God, they cannot be bounded in the graveyard. പട്ടാളത്തിന് ഒതുക്കാൻ കഴിഞ്ഞില്ല. Even the army cannot. യഹോവയുടെ ആത്മാവ് അവനെ ഉയർപ്പിച്ചു. The Holy Spirit of God raised him back to life. എന്നോട് ദൈവാത്മാവ് പറയുന്നു നിന്നെ ആരും ഒതുക്കില്ല. And God is telling me to tell you this evening that nobody can hold you. നിന്നെ ഒതുക്കാൻ ആർക്കും കഴിയില്ല. Nobody can hold you. രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചോ, ഞാൻ പ്രാർത്ഥിക്കാം. Lift up your both. I'm going to pray for you. പരിശുദ്ധനായ ദൈവമേ, our loving heavenly Father, സ്വർഗീയ പിതാവേ, our heavenly Father, ഞങ്ങളുടെ മഹത്വത്തെ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നതിനായി സ്തോത്രം. thank you for giving the glory back to us. ഞങ്ങളുടെ വായ്ക്കകത്തെ അധികാരത്തിനായി സ്തോത്രം. Thank you for the power of your mouth. അതിനെ ശരിയായി ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. Give us the right to move forward with that power. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. I bless these children of God. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus.